ഇപ്പോഴും ഇതിൻ്റെ ഈ വിജയ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവുമാണ്. അപ്പോൾ അതുകൊണ്ട് now it is outdated and now they are actually administering medicines to the patients. ഇപ്പോൾ സൈക്കാട്രിക് പ്രോബ്ലമായി ചെല്ലുന്നവർക്കെല്ലാം മെഡിസിൻസ് ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിനും ഒരു മെഡിസിൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഭർത്താവിനെ ഭയങ്കര പേടിയാണെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട വേറൊരു ഗുളികയുണ്ട്. അത് കഴിച്ചാൽ നിങ്ങളുടെ ആ പേടി അങ്ങ് മാറി കിട്ടും. അതേപോലെ നിങ്ങൾക്ക് ഭാര്യയെ പേടിയാണെങ്കിൽ അതൊക്കെ ഗുളികയുണ്ട്. പിന്നെ ഭർത്താവിനെ സംശയമാണെന്നെങ്കിൽ അല്ലെങ്കിൽ ഭാര്യയെ സംശയമാണെങ്കിൽ ഈ സംശയരോഗത്തിനൊക്കെ ഇപ്പോൾ ഗുളിക കിട്ടും. അതൊക്കെ വാങ്ങിച്ച് കഴിച്ചാൽ അതെല്ലാം അങ്ങ് മാറും. എന്തോ എന്തോ കേൾക്കാൻ വയ്യ. എന്തോ പറഞ്ഞേ? ക്ലിയർ ആയില്ല മോളെ, പറഞ്ഞേ. അതെ, മൂഡ് സ്റ്റെബിലൈസേഴ്സ്. അതായത് അതാണ് പ്രധാന ട്രാൻക്വിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. ഈ ട്രാൻക്വിലൈസേഴ്സിന്റെ ഒക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊക്കെ സ്റ്റിറോയിഡ്സ് കൂടുതലുണ്ട്. ഇപ്പം അതതിൻ്റെ ഒരു ബേസിക് ഇൻഗ്രീഡിയന്റ് ആക്കി എടുത്തുണ്ട്. സ്റ്റിറോയിഡ്സ് കൂടുതൽ ചേർത്ത മെഡിസിൻസ്. സർ, ഈ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊന്നും മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാതെ തന്നെ സെഷൻസ് വെച്ചിട്ട് അങ്ങനെ അവരുടെ അതായത് ഈ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നതൊക്കെ വിജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നേ. അതായത് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ക്യൂർ നടക്കുന്നത് സൈക്കാട്രിയിലാണ്, സൈക്കോളജിയിലല്ല. സൈക്കാട്രിസ്റ്റിന് പെട്ടെന്ന്, കാരണം സൈക്കോളജിസ്റ്റിന് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല, അതിനുള്ള പവർ ഇല്ല. കാരണം അവർ ഇത് പഠിച്ചിട്ടില്ലല്ലോ, മെഡിസിൻ പഠിച്ചിട്ടില്ലല്ലോ, മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സൈക്കോളജിസ്റ്റുകൾക്ക് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റത്തില്ല. അവർ ഇതുപോലെ എന്തോ ഹലോ അപ്പോൾ ഈ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കൗൺസിലിങ്ങും അങ്ങനെ ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കൗൺസിലിംഗ് നിരന്തരം നടത്തി അവരുടെ പ്രോബ്ലം അങ്ങനെയൊക്കെ സുഖപ്പെടുത്താവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷേ ചില കേസുകളൊന്നും സൈക്കോളജിസ്റ്റിൻ്റെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ അതൊക്കെ സൈക്കാട്രിയിലേക്ക് റെഫർ ചെയ്യുമ്പോൾ സൈക്കാട്രി ഇപ്പോൾ ചെയ്യുന്നതെല്ലാം മിക്കവാറും മെഡിസിൻസ് വഴിയാണ് അവർ ക്യൂർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോഴത്തെ സംഭവങ്ങൾ അങ്ങനെയൊക്കെയാണ്, മെഡിക്കൽ സൈക്കാട്രിയാണ്. അപ്പോൾ എല്ലാത്തിനും ഈ പറയുന്ന പോലെ ഞാൻ തമാശ പറഞ്ഞതല്ലേ, ഗുളികകളുണ്ട് എല്ലാത്തിനും. അപ്പോൾ ഈ ഗുളികകൾ കഴിയുമ്പോൾ, കാരണം എനി എന്നാ പറയുന്നത് അബ്നോർമൽ ബിഹേവിയർ ഈസ് കോസ്ഡ് ബൈ സം കെമിക്കൽ ഇംബാലൻസ് ഇൻ ദ ബ്രെയിൻ ആൻഡ് ദാറ്റ് കെമിക്കൽ ഇംബാലൻസ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ഗിവിങ് മെഡിസിൻസ്. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ മെഡിസിൻസ് കൊടുക്കുമ്പോൾ ഈ കെമിക്കൽ ഇംബാലൻസ് കറക്റ്റ് ആവുകയും ആള് കുഴപ്പമൊക്കെ മാറുകയും. എന്തോ ഹലോ ടോക്കിംഗ് ക്യൂർ. ടോക്കിംഗ് എന്ന് വെച്ചാൽ എന്താ? സംസാരിക്കുക. ക്യൂർ മെഡിസിൻ, അതായത് ക്യൂർ ചെയ്യുക, മെഡിസിൻ അല്ലെങ്കിൽ രോഗം ക്യൂർ ആവുക. സോ സൈക്കോഅനാലിസിസ് ഈസ് ഓൾസോ കോൾഡ് ടോക്കിംഗ് ക്യൂർ. ടോക്കിംഗ് ക്യൂർ എന്ന് പറയാനുള്ള കാരണം ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഈ സൈക്കോഅനാലിസിന്റെ വേറൊരു രീതിയും കൂടിയുണ്ട്. The problems can be dealt in two ways. In psychoanalysis, problems can be dealt with in two ways. One is the realistic way, and the other is the fictional way. So these are the two ways in which a patient can be cured in psychoanalysis. Realistic way and a fictional way. These are the two ways. So that means realistic way, for example, if the patient has a problem, the problem is that he is afraid of going out. He is afraid of walking through the streets. അങ്ങനെ പ്രോബ്ലം ഉണ്ടെന്നിരിക്കട്ടെ. A patient, he is afraid of walking along the street in daylight. അയാൾക്ക് വീടിന് പുറത്തിറങ്ങാൻ പേടിയാണ്, വീടിനകത്ത് എപ്പോഴും അടച്ചിരിക്കുക, പുറത്തിറങ്ങാനേ അയാൾക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിനോട് എന്താ ചോദിക്കുക? ഇപ്പം സൈക്കോളജിസ്റ്റിൽ ചെന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് അയാൾ പക്ഷേ കുറേ നേരം സംസാരിക്കുമ്പം he may disclose why he is afraid of going out. ചിലപ്പം he may say that there is a monster or some ghost in the street and that will do harm to the patient. അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു ഗോസ്റ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ സ്ട്രീറ്റിലൊരു ചെന്നാൽ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഇറാഷണൽ ഫിയർ അയാൾ പറയുമായിരിക്കും, ഈ സൈക്കോഅനലിസ്റ്റ് ഈ പേഷ്യൻ്റ് പറയുമായിരിക്കും. ഈ ഒരു കേസിലെ ഫിക്ഷണൽ വേ റിയലിസ്റ്റിക് വേയിലാണ് ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ എന്താ ചെയ്യുക? അയാളോട് പറഞ്ഞു മനസ്സിലാക്കുക, there is nothing dangerous in the street and he is actually safe in the street and he can go out. ഇങ്ങനെ നിരന്തരം അയാളെ കൊണ്ട് പറഞ്ഞ് അയാളുടെ മനസ്സിന് ഇങ്ങനെ ഈ ബലം കൊടുത്ത് അയാളെ സുഖപ്പെടുത്തിയെടുക്കാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് എ റിയലിസ്റ്റിക് വേ. പക്ഷേ ചിലരുടെ കാര്യത്തിൽ അതൊന്നും വർക്ക് ചെയ്തൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഫിക്ഷണൽ വേയിലേക്ക് പോകണം. ഇപ്പോൾ ഫിക്ഷണൽ വേ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? അപ്പോൾ ഇയാളോട് ചോദിക്കും,
വാട്ട് ഇസ് എ പ്രോബ്ലം? അതിൽ പറയും ദർ ഇസ് എ ഗോസ്റ്റ് ഇൻ ദ സ്ട്രീറ്റ്, അതെന്നെ അപകടപ്പെടുത്തും, എന്നെ കൊല്ലും, അതുകൊണ്ടാണ് എനിക്ക് പേടി. അപ്പോൾ ഉണ്ട് ഇയാളോട് ചോദിക്കും, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പ്രേതത്തെ നമുക്ക് അങ്ങ് ഒഴിവാക്കിയേക്കാം, അതിനെ അങ്ങ് തട്ടിയേക്കാം, ആ പ്രേതത്തിനെ നമുക്ക് അവിടുന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ നിനക്ക് പുറത്തിറങ്ങാൻ വേണ്ടി പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോൾ അയാളിൽ നിന്ന് തന്നെ ചില ക്ലൂസ് കിട്ടും ഈ പ്രേതത്തെ അഴിച്ചു വിടാനുള്ള. അപ്പോൾ അത് വെച്ച് മുന്നോട്ട് മൂവ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? ഈ പ്രേതം ഇല്ലാതായി പോകും. ആ ഭയം അയാളുടെ മനസ്സിൽ നിന്ന് അങ്ങ് പോകും. ദാറ്റ് ഈസ് എ ഫിക്ഷണൽ വേ. അതായത് പണ്ട് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ വാത കയറുന്നവരുണ്ടായിരുന്നു. വാത കയറൽ എന്ന് പറയും. അതായത് ഈ പണ്ടത്തെ സിസ്റ്റം ഒരു കലാപരിപാടിയായിരുന്നു വാത കയറൽ. ഈ വാത കയറുന്ന, അതായത് അവർ ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയെ പോലെ സംസാരിക്കും. വാത കയറി കഴിയാമെങ്കിൽ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഈ ബാധ കയറുക എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ മനസ്സിലെ ഈ പല ലെയറുകളുണ്ട്. അതിപ്പോ നമ്മൾ വരും, അതിലേക്ക് ഇപ്പോൾ വരും നമ്മൾ. അപ്പൊ അതിലെ കോൺഷ്യസ്, അൺകോൺഷ്യസ്, അങ്ങനെ പല മൈൻഡുകളുണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അപ്പൊ നമ്മൾ ഈ പിന്നെ പണ്ടത്തെ കാലത്തെ ഈ ഇലക്ട്രിസിറ്റി ഒന്നും അത്ര ഇല്ലാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ഒരു 10-30 വർഷങ്ങൾക്കോ 10-40 വർഷങ്ങൾക്കോ മുമ്പ് ഒന്നും നമ്മുടെ നാട്ടിൽ ഇത്രയും കണ്ട് ഇലക്ട്രിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. തിരുവനന്തപുരം സിറ്റി പോലും ഇത്ര ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ആളുകളെ ഈ രാത്രി യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പം എങ്ങനെയാ, രാത്രിയിൽ അരണ്ട വെളിച്ചത്താണ് വരുന്നത്, നാട്ടു വെളിച്ചത്തോ അല്ലെങ്കിൽ ചിലപ്പം പണ്ടത്തെ കാലത്തെ പോലെ ചൂട്ടുകറ്റയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭീതികരമായിട്ടുള്ള നമ്മുടെ പഴയ കഥകളെല്ലാം നമ്മുടെ മനസ്സിൽ കയറി വരും. നമ്മളപ്പോൾ യക്ഷിയെ ഓർക്കും. നമ്മൾ പെട്ടെന്ന് പ്രേതം, ഭൂതം, യക്ഷി, മാടൻ, മറുത, പിശാച് ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. അപ്പോൾ ഇതെല്ലാം ഇവരെ പറ്റിയുള്ള കഥകളെല്ലാം കേട്ടിട്ടുള്ളത് കൊണ്ട് ഇവരെല്ലാവരും ആ സമയത്ത് ആക്റ്റീവ് ആകും നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മുടെ മനസ്സ് നിറയെ യക്ഷിയും പ്രേതവും ഒക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വഴിയിലൂടെ പോകും. അപ്പോൾ നമ്മളെ കോറിലേറ്റ് ചെയ്യാവുന്ന ഒത്തിരി കാരണങ്ങൾ ഈ വഴിയിൽ കാണും. ചിലപ്പോൾ രാത്രിയിൽ നമ്മളിങ്ങനെ പോകുന്ന വഴിക്കായിരിക്കും പാല പൂത്ത് നിൽക്കുന്നത്. പാലയ്ക്കൊരു കുഴപ്പമുണ്ട്, പാല രാത്രിയിലേ പൂക്കത്തുള്ളൂ. പൂത്ത് കഴിഞ്ഞാൽ നല്ല മണമാണ്. അപ്പോൾ പാലപ്പൂവിൻ്റെ മണം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഉടനെ ആൾ വിചാരിക്കും ആ യക്ഷി വരാനുള്ള പരിപാടിയാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെ യക്ഷിയെ പറ്റിയുള്ള ആലോചനയായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വല്ല പെരിച്ചാഴിയോ എല്ലാം വഴിയെ കൂടെ അങ്ങനെ എടുത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ ഇതാ തീർന്നു, അവോടുകൂടി എന്താണ് അലറി കൂവി പേടിച്ച് ബോധം കിട്ടി താഴെ വീഴും. അതല്ലെങ്കിൽ പിന്നെ പണ്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വേറൊരു സാധനമുണ്ട്, ഇപ്പോഴതൊന്നും ഇല്ല, അതൊക്കെ പോയി, വംശനാശം സംഭവിച്ച് പോയി. ഈനാമ്പീച്ചി എന്ന് പറയും. ഈനാമ്പീച്ചി എന്ന് പറയുന്ന ഒരു സാധനം, അതിൻ്റെ ദേഹം മുഴുവൻ സ്കെയിൽസ് ആണ്, എന്ന് വെച്ചാൽ ഈ ശൽക്കങ്ങൾ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അതിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി നടക്കും, ഇര പിടിക്കാൻ ഇറങ്ങി നടക്കും. അപ്പോൾ അത് ഇറങ്ങി നടക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ടാക്കും. എന്താ പറയുക, ഈ സ്കെയിൽ ചിൽ 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 എന്നൊക്കെ പറയും. അപ്പം നമ്മൾ ഓർക്ക് ദാ യക്ഷി വരുന്നു, ദാ യക്ഷിക്കും കൊലുസുണ്ടല്ലോ, അപ്പോൾ യക്ഷി വരുന്ന ആ കൊലുസ് കിലുങ്ങുന്ന ശബ്ദവും പിന്നെ ആ പാലപ്പൂവും എല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് പെരിച്ചാഴിയും ചാടി ആള് ബോധം കെട്ട് താഴെ വീണു. പിന്നെ ബോധം വീഴുമ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ സംസാരിക്കും, ബാധ കയറി. അപ്പോൾ പിന്നെ ഈ ബാധ കയറിയവരെ സംബന്ധിച്ചിടത്തോളം വലിയ അമാനുഷികരായിട്ട് മാറും. അവർ വേറെ ഭാഷയൊക്കെ സംസാരിക്കും. അവർ ഈ തമിഴൊക്കെ പറയും. അപ്പം തമിഴൊക്കെ സംസാരിക്കുമ്പോൾ നാട്ടുകാർ വിചാരിക്കും ഏതോ തമിഴിൻ്റെ പ്രേതമാണെന്ന് വിചാരിക്കും. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ പറയുന്ന തമിഴൊന്നുമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ എന്നെ പറഞ്ഞേ, തമിഴെന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഭാഷയുമായിട്ട് വലിയ അടുപ്പമുള്ളൊരു ഭാഷയാണ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളവും തിരിവൊക്കെ തിരിച്ചു കഴിഞ്ഞാൽ തമിഴെ പോലെ ആക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ കേൾക്കുന്നവരാരും തമിഴ് അറിയാവുന്നവരല്ലല്ലോ. അപ്പോൾ എന്തൊക്കെയോ ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം മിമിക്രിയാണ്. അതുണ്ടാക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് ആളുകൾ കഴിക്കും, ഇന്നോ തമിഴ്, ഇത് കൊടും തമിഴാണ്, ഒന്നും മനസ്സിലാകുന്നില്ല, അതൊക്കെ പറഞ്ഞു പോകും. പിന്നെ അങ്ങനെ പലരും ഉണ്ട്. ചിലർ ഇംഗ്ലീഷേ സംസാരിക്കത്തുള്ളൂ വാത കയറി കഴിയാമെങ്കിൽ. അതപ്പം ഇംഗ്ലീഷുകാരുടെ പ്രേതം വല്ലതും ആണെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതൊന്നും ഇംഗ്ലീഷൊന്നും അല്ല കേട്ടോ, ഇംഗ്ലീഷിനെ പോലെ ഒരു സൗണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതൊക്കെ ഈ മൈൻഡിൻ്റെ ഓരോ മെക്കാനിസംസാണ്. അപ്പോൾ ഈ തരം സംഭവങ്ങളൊക്കെ എന്താണ് ഫിക്ഷണലാണ്. അപ്പോൾ അവർ ഇങ്ങനെ, അതായത് നമ്മൾ ഞെട്ടി താഴെ വീണ് ആരെയും പേടിപ്പിക്കാൻ ശ്രമിക്കരുത്. പേടിപ്പിക്കുന്ന വലിയ അപകടമായിട്ട് മാറും. കാരണം ചിലപ്പോൾ ആള് കംപ്ലീറ്റ്ലി അടിച്ചു പോകും. ചിലപ്പോൾ അതായത് ബോധമെല്ലാം അടിച്ചു പോകും. പിന്നെ വേറെ വല്ലതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സൈക്കിക് ഷോക്കിൽ നിന്നുണ്ടാകുന്ന ഒരു ഡിസോർഡറാണ് ഈ ബാധ കയറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ബാധ കയറുന്നത് കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒന്നാമത് ഇപ്പോൾ എല്ലായിടത്തും കറണ്ടും ഇലക്ട്രിസിറ്റി സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ഉണ്ട്. പിന്നെ പഴയ പോലത്തെ കഥകളൊന്നും ഇപ്പം അങ്ങനെ സർക്കുലേഷൻ ഇല്ല. പിന്നെ ആ സീരിയലിനകത്തൊക്കെയുള്ള യക്ഷിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിച്ച് താഴെ വീഴും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള പേടിയില്ല. അപ്പോൾ അങ്ങനത്തെ പല പല സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും, പഴയ പോലത്തെ ഒരു ഇത് നമുക്ക് പിന്നെ വേറെ അസുഖങ്ങളുള്ളവർ പറഞ്ഞു. വേറെ എന്ത് അസുഖമാണ് ഉദ്ദേശിക്കുന്നത്? പറയുകയാണെങ്കിൽ എന്തോ എന്തോ ക്ലിയർ ആയില്ല. എങ്ങനെയാ? തൈറോയിഡ് തൈറോയിഡ് ഉള്ളവർക്ക് അബ്നോർമാലിറ്റി വരുമോ? ഹലോ, ക്ലിയർ ആകുന്നു? ഇംബാലൻസ് ഉള്ളവർക്കും ഇങ്ങനെ വരാറുണ്ട്. ഈ അബ്നോർമാലിറ്റി കാര്യമാണോ പറയുന്നത്? അബ്നോർമാലിറ്റി കാര്യമല്ലേ പറയുന്നത്? തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ്. അതെ അതെ, തൈറോയിഡ് ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കും ഇങ്ങനെ ബാധ കയറുമോ? അത് കയറല്ല, അവർ കൈൻഡ് ഓഫ് ഷിസോഫ്രെനിക് ആയപ്പം. ഐ പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു 3 months അങ്ങനെ ആയിരുന്നു. അല്ല അല്ല, അതൊക്കെ വേറെ കാര്യങ്ങളാ. അത് നമ്മുടെ ഈ പറയുന്ന ഫിസിക്കൽ പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതല്ല, നമ്മൾ ഈ മെന്റൽ ഷോക്കിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ബാധ കയറൽ എന്ന് നമ്മൾ സാധാരണ അറിയും. അതിപ്പോ നമ്മൾ അല്ലാതെ തന്നെ ഫിസിക്കൽ ഈ തൈറോയിഡിന്റെ പ്രശ്നം മാത്രമല്ല, നമ്മൾ ഈ പറയുന്ന സോഡിയം ഇല്ലേ, ശരീരത്തിലെ സോഡിയത്തിന്റെ അളവ് കുറയുമ്പോൾ ആളുടെ ഇതുപോലത്തെ ഈ പിച്ചുമ്പൊക്കെ പറയും. സോഡിയം, പൊട്ടാസ്യം, അതല്ലെങ്കിൽ ഈ ഇതുണ്ടല്ലോ ഇലക്ട്രോലൈറ്റ്സിന്റെ ഇംബാലൻസ്, ബ്ലഡിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഈ പറയുന്ന അബ്നോർമലായി സംസാരിക്കലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒരു ബോഡിയുമായി ബന്ധപ്പെട്ടാണ്. അത് റെക്ടിഫൈ ചെയ്യുമ്പോൾ അതും കറക്റ്റ് ആവും. ഇപ്പൊ സോഡിയത്തിന്റെ പ്രോബ്ലം കൊണ്ട് അങ്ങനെ ഒരു അബ്നോർമൽ ബിഹേവിയർ വരുവാണെങ്കിൽ ആ സോഡിയം കറക്റ്റ് ചെയ്യുമ്പോൾ, കുറെ ഉപ്പൊക്കെ കൊടുത്ത് സോഡിയം ഒക്കെ കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ആളങ്ങ് ശരിയാവും. പക്ഷെ ഇതല്ല, നമ്മളൊരു മെന്റൽ ഷോക്കിൽ നിന്നും നമ്മുടെ പിന്നെ മൈൻഡിന് എന്താണ് ഒരു മാറ്റം സംഭവിക്കുമ്പോൾ അത് ഒരു സൈക്യാട്രിക് പ്രോബ്ലമായിട്ട് തന്നെ കണക്കാക്കണം അതിന്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ എന്ത് സംഭവിക്കാം, ഈ പ്രേതങ്ങളും ഭൂതങ്ങളെ പറ്റിയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെ എന്ത് ചെയ്യും, പണ്ടത്തെ കാലത്ത് അന്നേരം ഈ ബാധ ഏറ്റുന്ന ഒരു പരിപാടി, ബാധ ഒഴിപ്പിക്കലാകുന്ന ആളുകളുണ്ടായിരുന്നു, ബാധ ഒഴിപ്പിക്കുന്ന ആളുകൾ. ഇപ്പൊ ബാധ ഒഴിപ്പിക്കുന്ന കുറെ മന്ത്രവാദികളുണ്ടായിരുന്നു, ലോക്കൽ മന്ത്രവാദികളുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ സൈക്കോളജിസ്റ്റുകളാണ് കേട്ടോ. അതായത് നമ്മുടെ ഖസാക്കിന് ഇതിനകത്തൊരു ബാധ ഒഴിപ്പുകാരനുണ്ട്, കുട്ടാടൻ പൂശാരി എന്ന് പറയുന്നത്. അപ്പൊ അതേപോലുള്ള ആളുകള് എന്താ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യും. അതായത് പ്രേതത്തെ പീഡിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ആംബിയൻസ്. അതായത് പൊതുവെ ചില ധാരണകളുണ്ട്, പ്രേതങ്ങൾക്ക് ചിലതിനെ പേടിയാണ്, മനസ്സിലായി? ഇപ്പൊ ക്രിസ്ത്യാനികളുടെ പ്രേതത്തിനാണെങ്കിൽ കുരിശിനെ ഭയങ്കര പേടിയാണ്. ഇപ്പൊ ഹിന്ദുക്കളുടെ പ്രേതത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ എന്താ പറയുന്നത്, ചരട് ജപിച്ച് കിട്ടുന്നവരെ ഏലസും ഒക്കെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവർ ഓടിക്കളയും. അപ്പൊ അങ്ങനെ പ്രേതങ്ങൾക്ക് പേടിയുള്ള ചില സംഭവങ്ങളുണ്ട്. അപ്പൊ അത് വെച്ച് പ്രേതങ്ങളെ ഒഴിവാക്കാം അങ്ങനെ. അപ്പൊ ഈ ബാധ കയറിയ ആൾക്കും അറിയാം പ്രേതത്തിന് ഇതേ പേടിയുണ്ടെന്നുള്ള കാര്യം. അപ്പം അങ്ങനെയുള്ള ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറെ എന്താണ് എന്താ പറയുന്നത് സിറ്റുവേഷൻസും ക്രിയേറ്റ് ചെയ്ത് കുറെ കഥകളൊക്കെ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരുവിധപ്പെട്ട പ്രേതങ്ങളൊക്കെ പേടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ചിലരൊക്കെ മാറിപ്പോവും. അങ്ങനെ രോഗം ഭേദമായ ഒത്തിരി പേരുണ്ട്. പിന്നെ ചില അമ്പലങ്ങളിലെ ഇതിനു വേണ്ടി സ്പെഷ്യലായിട്ടുള്ള അമ്പലങ്ങളുണ്ട്. ആ അമ്പലങ്ങളിൽ ചെന്നാലും എന്താണ് ഈ പ്രശ്നം ഭജന വരുന്നു കഴിഞ്ഞാൽ അസുഖം മാറും എന്ന് പറയുന്ന വിശ്വാസമുള്ള രോഗികൾക്ക് അങ്ങനെ ചെയ്താലും മതി. ഇപ്പൊ ചോറ്റാനിക്കരെ ഒക്കെ ചെല്ലുമ്പോഴേ ഇതുപോലെ ഈ പ്രേതം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കൊരു ഐഡിയ ഇല്ല. ആ പ്രേതം ഓടിപ്പോന്ന് പറഞ്ഞതിനർത്ഥം പ്രേതം എന്ന് പറഞ്ഞ് അവൻ വിചാരിച്ചിരിക്കുന്ന ഒരു സത്യം ഉണ്ടല്ലോ, അത് ഓടിപ്പോന്ന ഞാൻ പറയും. അതായത് പ്രേതം ഓടിപ്പോന്ന് പറയുന്നതിന്റെ ലിറ്ററൽ സെൻസിലല്ല അത് മനസ്സിലാക്കേണ്ടത്. പ്രേതം ഓടിപ്പോവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന ഒരു എടുത്ത് ധരിച്ചിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, അതങ്ങ് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. Sir, I have a doubt. Sir, hello.
പറഞ്ഞോ. ഹലോ പറയൂ. സാർ, ഈ ബോഡിയും മൈൻഡും ഒരു കോയിന്റെ 2 വേർഷൻ അല്ലേ സാർ? ബോഡിയും മൈൻഡും ഇൻ സൈക്കാട്രിയിൽ. അതെ അതെ അതെ, അതുകൊണ്ടാണല്ലോ ഒന്നിനെ അഫക്ട് ചെയ്യുന്നത് മറ്റതിനെ ബാധിക്കും. അത് തന്നെ. ശരീരം സിക്കാകുമ്പോൾ മൈൻഡും സിക്കാവും, മൈൻഡ് സിക്കാകുമ്പോൾ ശരീരവും സിക്കാവും. അത് അങ്ങനെയാണ്, അങ്ങനെ തന്നെ വരും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇതങ്ങ് പോവും. അങ്ങനെ ആ അസുഖങ്ങൾ, ഈ രോഗം ഭേദമായി പോയ ആളുകളും ഉണ്ട്. അത് ഞാൻ പറഞ്ഞത് അതിന് ഒരുതരം സൈക്കാട്രിയാണ്, ഒരുതരം സൈക്കോളജി അതിനകത്തുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾ മണിച്ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. മണിച്ചിത്രത്താഴിൽ നാഗവല്ലി ഇറങ്ങിയപ്പോ എങ്ങനെ, അതായത് നാഗവല്ലിക്ക് പോകാൻ തക്കതായിട്ടുള്ള സിറ്റുവേഷൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോ അതുകൊണ്ടാണ് ആംബിയൻസ് ഉണ്ടാക്കി കൊടുത്തു. ആംബിയൻസിനനുസരിച്ച് ആ മൈൻഡ് എന്താണ്, പിന്നെ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തത്. അതായത് പ്രതികാരം എന്ന് പറയുന്നതാണല്ലോ അവിടുത്തെ സിറ്റുവേഷൻ. ആ പ്രതികാരം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതങ്ങ് പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ രോഗം ഭേദമാക്കുന്നതാണ്. എന്തോ സാർ, അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ, ഇങ്ങനെയുള്ള കെട്ടുകഥകളൊക്കെ കേൾക്കുന്ന ഒരാൾ മാത്രമേ അബ്നോർമാലിറ്റിയിലോട്ട് പോകത്തുള്ളൂ എന്നാണോ സാർ പറയുന്നത്? സംശയം എന്താ? അതായത് നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനകത്തൊരു കാര്യമുണ്ട്. നമ്മളിപ്പം അത് ഞാൻ വരുമ്പം പറയാം, സാറോട്ട് വരുമ്പോഴത്തേക്ക് പറയാം. അതായത് 1-2 വയസ്സിലുള്ള ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള, 2-3 വയസ്സിലോ ഒക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകുമായിരിക്കും. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്നതല്ല, മറന്നു പോയ സംഗതി എങ്ങും മറന്നു പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്, എവിടെയോ കിടപ്പുണ്ട്, മനസ്സിൽ കിടപ്പുണ്ട്. ഞാൻ പറയാം അതിലേക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ധാരണ ഇല്ലാത്ത ഒരാൾക്കൊന്നും സംഭവിക്കത്തില്ല. ഒന്നും സംഭവിക്കുക സൈക്കോളജിക്കലി അങ്ങനെ പ്രൂവ് ചെയ്തിട്ടില്ല. ഇനിയും നമുക്കറിയത്തില്ല, ശാസ്ത്രത്തിനും നമ്മുടെയൊക്കെ ബോധത്തിന് അതീതമായി നിൽക്കുന്ന എന്തെങ്കിലും ശക്തികൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്കിപ്പോഴും അജ്ഞാതമായ കാര്യമാണ്. അതിനകത്ത് നമുക്ക് തറപ്പിച്ചു ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ കുറച്ചു മുമ്പ് വല്ല പ്രേതം ഇല്ലേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരിക്കലും ഇല്ലെന്നും ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ പറയാം. അതാ പറഞ്ഞേ, ഞാൻ പറഞ്ഞു ഒന്നും നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റത്തില്ല. നമുക്ക് അറിയാൻ പറ്റാത്ത പല സംഗതികളുണ്ട്. എന്തോ ദൈവം അതായത് നമ്മുടെ ഈ ശാസ്ത്രത്തിന്റെ ലോജിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പൊ അത് നമ്മള് എന്താ പറയുന്നേ, അതിനകത്ത് നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും. അപ്പൊ നമ്മൾക്കിപ്പം ഒബ്സർവേഷനിലും അനാലിസിസും എക്സ്പെരിമെന്റ് നടത്തി തെളിയിക്കാൻ പറ്റുന്നത് ശാസ്ത്രമായിട്ട് സത്യമായിട്ട് അംഗീകരിക്കത്തുള്ളൂ. ഇതൊന്നും നടത്താൻ പറ്റാത്ത സംഭവങ്ങളെ പറ്റി ശാസ്ത്രത്തിനൊന്നും പറയാനില്ല. അപ്പൊ അതുകൊണ്ട് പ്രേതം ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ എനിക്കും ശാസ്ത്രത്തിനും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ശാസ്ത്രം പറയുമായിരിക്കും ഇല്ലെന്ന് പറയായിരിക്കും, പക്ഷെ ശാസ്ത്രത്തിന്റെ ലോജിക്കിന് അപ്പുറത്ത് നിൽക്കുന്ന പല സംഭവങ്ങളും ഉണ്ടാകാം. അത്ര ഇൻസ്റ്റൻസസ് നമുക്ക് വേണമെങ്കിൽ പറ്റുമായിരിക്കും. എന്തോ ഇപ്പൊ പാരാസൈക്കോളജി എന്ന് പറഞ്ഞൊരു സെക്ഷൻ തന്നെയുണ്ട് സൈക്കോളജി. അതായത് ഇതുപോലത്തെ സംഭവങ്ങളെ പറ്റി എന്താ പറയുന്നേ, റിസർച്ച് നടത്തുന്ന ഒരു ഏരിയ തന്നെ സൈക്കോളജിയിലുണ്ട്, പാരാസൈക്കോളജി എന്ന് പറയുന്നത്. അത് ഇതാണ്, ഈ സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നേ, അപ്പൊ ഇതാണ് ഫിക്ഷണൽ വേ എന്ന് പറയുന്നത്. ഫിക്ഷണൽ വേയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് പേഷ്യന്റ് എങ്ങനെയാണോ ക്യൂവേർഡ് ആകുമെന്ന് സ്വയം ധരിച്ചിരിക്കുന്നത്, അതുവഴി എന്ത് ചെയ്തു, അത് ക്യൂർ ചെയ്തെടുക്കാം. അപ്പൊ ഇങ്ങനെ 2 രീതിയിൽ സൈക്കോ അനാലിസിസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഫിക്ഷണൽ ആണ്, റിയലിസ്റ്റിക് ആണ്, ഫിക്ഷണലും ഉണ്ട്. റിയലിസ്റ്റിക് എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമായിരിക്കും. അതായത് ആളിനെ കൺവിൻസ് ചെയ്ത് എടുക്കേണ്ടി വരും. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അയാൾ പോയ വഴിക്ക് സൈക്കോ അനലിസ്റ്റ് അങ്ങ് പോവാണ്. ആദ്യത്തേത് സൈക്കോ അനലിസ്റ്റിന്റെ വഴിയിലേക്ക് അയാളെ കൊണ്ടുവരും. അത് നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ കേസിലെ അയാളുടെ വഴിക്ക് സൈക്കോ അനലിസ്റ്റ് അങ്ങ് പോകും. എന്നിട്ട് സൈക്കോ അനലിസ്റ്റ് അയാളെ എങ്ങനെ ക്യൂർ ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റി ഒരു വഴി കണ്ടെത്തും. അയാളുടെ പ്രോബ്ലംസിന്റെ ഒരു ക്ലൂ അവിടെ കണ്ടെത്തും. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ ദീസ് ആർ ദ 2 ways in which a patient can be cured: the fictional way and the realistic way. സോ ഇതാണ് സൈക്കോ അനാലിസിസിന്റെ ആദ്യത്തെ ഘട്ടം. It was a form of therapy, and it was its aim was to cure mental illness by investigating the interaction between the conscious mind and the unconscious mind. നമ്മൾ അതിലേക്ക് വരും, conscious mind and the unconscious mind. And now let us discuss the important divisions of the human psyche. Freud looked at the human mind
from three different perspectives. He looked at the human mind from three different perspectives. So they are the dynamic, the economic, and the topographical. The dynamic, the economic, and the topographical. The dynamic, the economic, and the topographical. These are the three points of view. I mean, these are the three perceptions from which he looked at the human mind. And here, let us, leave the first two, dynamic and economic. The last one is the topographical view of the human psyche. And the topographical view of the human psyche views the human mind as consisting of three parts. The human psyche has three divisions according to the topographical view. The three divisions of the human psyche. So the first division is the conscious mind. That is the first division, conscious mind. The second one is pre-conscious mind. They are conscious mind, then pre-conscious mind, and the last is the most important and the most problematic mind, which is called the unconscious mind. So these are the three divisions of the human psyche: conscious, pre-conscious, and unconscious. And what is conscious mind? According to Freud, the conscious mind is our perception system. The conscious mind is our perception system, or it is an agency with which we deal with the external world. So that is the conscious mind. It is the perception system. Now we are all aware of where we are and what time it is, because we are conscious of all these things. So that is the conscious mind. So that is the perception system. It is the perception system. It is an agency to deal with the external world. നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾക്ക് എന്തൊക്കെ എന്താണ് പറയാം, എഴുതാം, ഇങ്ങനെയൊക്കെ പറയുന്ന നമ്മളെ ഈ പുറം ലോകവുമായിട്ട് നമ്മളെ ഇന്ററാക്ട് ചെയ്യിക്കുന്ന നമ്മുടെ മൈൻഡിനെയാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഏത് വഴി പോകണം, ഏത് വണ്ടിയിൽ കയറണം, എവിടെ ഇറങ്ങണം, ഇങ്ങനെയൊക്കെയുള്ളതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. സോ ദാറ്റ് ഇസ് ദ കോൺഷ്യസ് മൈൻഡ്. I know there is another mind called the pre-conscious mind. Pre-conscious mind. And pre-conscious mind means it is a part of the human psyche that covers elements of experiences which can be called into consciousness at will. That means if we desire. So the pre-conscious mind is a part of the human psyche, from where we can retrieve things if we desire, if we wish to do so. So that is the pre-conscious mind. It covers elements of experiences which can be called into consciousness at will. For example, നിങ്ങളോട് definition. It covers elements of cover COVR covers elements of experiences
which can be called into consciousness or which can be called into conscious mind at will. At will means if we desire. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന സംഭവങ്ങളെയാണ് പ്രീ കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഇപ്പം നിങ്ങളോട് ഞാൻ ചോദിക്കുക, കഴിഞ്ഞ മൺഡേ എന്തൊക്കെ സംഭവിച്ചു നിങ്ങളുടെ ലൈഫിൽ? കഴിഞ്ഞ മൺഡേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ആലോചിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളായിട്ട് ഓർത്തെടുക്കാൻ പറ്റുമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ 2 ദിവസത്തിന് മുമ്പ് നടന്ന സംഭവം, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ അർത്ഥം എന്താ? They are stored in some part of the human psyche from where we can retrieve them. നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാം. അതായത് നമുക്ക് അതിനെ പൂർണ്ണമായിട്ടും എന്താണ് നമ്മളുടെ അൺഅക്സസിബിൾ ആയിട്ടുള്ളതല്ല, അത് അക്സസിബിൾ ആണ്, നമുക്ക് കൊണ്ടുവരാം അതിനെ വേണമെങ്കിൽ നമ്മൾ ഒന്ന് വിചാരിച്ചാൽ. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് പ്രീ കോൺഷ്യസ് മൈൻഡ്. ഇനി ഞാൻ ചോദിക്കുക, നിങ്ങളുടെ 3ാമത്തെ ബർത്ത്ഡേയിലെ അന്ന് നടന്ന സംഭവങ്ങളൊന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ ഓർക്കാൻ പറ്റുമോ? 3ാമത്തെ ബർത്ത്ഡേക്ക് എന്തൊക്കെ സംഭവിച്ചു, ആരെയൊക്കെ കണ്ടു എന്നൊക്കെ ചോദിച്ചാൽ ഓർത്തെടുക്കാൻ വല്ല നിവൃത്തിയുണ്ടോ? അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല അല്ലേ? വേണം നമ്മളൊരു പറയാം 2010 ജനുവരി 15-ാം തീയതി എന്തൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ വല്ല നിവൃത്തിയുണ്ടോ? ഒരു രക്ഷയില്ല, ഓർത്തെടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പക്ഷേ എങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ട്, അത് പേടിക്കണ്ട, അതെങ്ങും പോയിട്ടില്ല, അവിടെ തന്നെ. പക്ഷേ അതിൽ നമുക്ക് ആക്സസിബിൾ അല്ല. പക്ഷെ നമുക്ക് ആക്സസിബിൾ ആയതും നമുക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നതുമായ സംഭവങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് കിടപ്പുണ്ട് മനസ്സിൽ. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ദ പ്രീ കോൺഷ്യസ് മൈൻഡ്. നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഒരു വർക്കിംഗ് മെമ്മറി ഉണ്ട്, അതാണ് റാം എന്ന് പറയും. ഈ റാം ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഇപ്പോഴത്തെ എല്ലാ ഡേ ടു ഡേ അല്ലെങ്കിൽ പ്രസൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ റാമാണ്, അതാണ് അതിൻ്റെ വർക്കിംഗ് മെമ്മറി. അതുപോലെയാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. പക്ഷേ നമ്മുടെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് എന്ന് പറയുന്നതാണ് പ്രീ കോൺഷ്യസ് മൈൻഡ്. അത് അവിടെ നിന്ന് കിടക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാം. So these are the two minds. The first division is the conscious mind, the second is the pre-conscious mind, and the third one is the most problematic, which is called the unconscious mind. ഞാൻ പറഞ്ഞല്ലോ, this is the most complex and the most problematic part of the human psyche, the unconscious mind. And again, it is Freud who first theorized the unconscious mind. It was Freud who first discovered the unconscious mind, and that was why he was often called the discoverer of the unconscious mind, though he did not like that term. ഫ്രോയിഡിനെ പലരും വിളിക്കുന്നത് ഡിസ്കവറർ ഓഫ് ദി അൺകോൺഷ്യസ് മൈൻഡ് എന്നാണ്. പക്ഷേ ഫ്രോയിഡിനെ അങ്ങനെ വിളിക്കുന്ന ഇഷ്ടമല്ല. കാരണം എന്താ? ബിക്കോസ് ഹി സെഡ് ദാറ്റ് ഹി വാസ് നോട്ട് ദ ഡിസ്കവറർ ഓഫ് ദി അൺകോൺഷ്യസ് മൈൻഡ്, ബിക്കോസ് poets and philosophers before him had already discovered the unconscious mind, and what he discovered was only a way to analyze the unconscious mind. അപ്പോൾ അങ്ങനെയാണ് ഫ്രോയിഡ് പറയുന്നത്. അപ്പോൾ എനിവേ അൺകോൺഷ്യസ് മൈൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ at the time of birth the unconscious mind is a tabula rasa or a clean slate. At the time of birth, the unconscious mind is a clean slate. There is nothing in it. It is empty. But as the child advances in age, he learns to suppress, or she learns to suppress some of the desires which are inaccessible, or which are unacceptable to the other members of the society. And so the child thus learns to suppress those emotions which are unacceptable to other members of the society.
And those suppressed desires accumulate and create, and thus, a new psyche is created, which is called the unconscious mind. So as when we were children, we had enjoyed limitless freedom because the society had given us that freedom to do whatever we like, even in public. And that was our childhood, a very carefree situation. But as we advanced in age, we learned to suppress some desires and some emotions which are unacceptable to others in the society. And so thus we suppressed those desires, and those desires constituted our unconscious mind. അതായത് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടേതായിട്ടുള്ള പല വിചാരങ്ങളെയും വികാരങ്ങളെയും ഒക്കെ നമ്മൾ സപ്രസ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ സപ്രസ് ചെയ്യുന്ന വികാരങ്ങളും വിചാരങ്ങളും എല്ലാം കൂടി എന്ത് സംഭവിക്കും? നമ്മുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിട്ട് ഒരു പുതിയ മൈൻഡ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്ത് വരുവാണ്. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ദി അൺകോൺഷ്യസ് മൈൻഡ്. And that is the unconscious mind. Is it clear now? So the unconscious mind is not active at the time of birth. അത് കുഞ്ഞുങ്ങളിൽ അൺകോൺഷ്യസ് മൈൻഡ് ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, ഇഷ്ടം പോലെ എന്തോ സംഭവങ്ങൾ ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. അങ്ങനെ ഒരു ലൈസൻസ് ഉണ്ട് കുഞ്ഞുങ്ങൾക്ക്. പക്ഷെ അത് കുറെ കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ ഈ ഇത് പ്രായമായി അല്ലെങ്കിൽ വളരുന്നതിന്റെ പല ഘട്ടങ്ങളിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പലതും നമുക്ക് സപ്രസ് ചെയ്യേണ്ടി വരും. ആ സപ്രസ് ചെയ്ത ഡിസൈർസ് എല്ലാം കൂടെ അടിഞ്ഞുകൂടി എന്താണ്? പുതിയൊരു സെക്ഷൻ രൂപപ്പെടും മൈൻഡിൽ. അതായത് ഇതൊരു വൺ ടൈം പ്രോസസ് അല്ല എന്നുകൂടെ ഓർക്കണം. ഇപ്പൊ ഒരു കണക്കിന് ഒരു ദിവസത്തെ എന്താണ് വികാരങ്ങളെല്ലാം അടിച്ചമർത്തി വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതാ വരുന്ന അടുത്ത ദിവസം അതിന്റെ അപ്പുറത്ത് വേറെ വരും. അപ്പൊ അതും അടിച്ചമർത്തും. അങ്ങനെ ഈ ഒന്നിന് പുറത്ത് ഒന്നായിട്ട് ഇങ്ങനെ വികാരങ്ങളും വിചാരങ്ങളും അടിച്ചമർത്തി അവസാനം എന്ത് ചെയ്യും? നമുക്കൊരു പുതിയ സെൽഫ് രൂപപ്പെടും. ആൻഡ് ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ദ അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോ അൺകോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനകത്ത് എന്തായിരിക്കുക എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു മാർഗമില്ല. നമുക്കത് ഞാൻ പറഞ്ഞല്ലോ, 3-ാമത്തെ വയസ്സിലുള്ള അതും 2 വയസ്സിലുള്ളപ്പോഴും 2010 ജനുവരി 15 സംഭവങ്ങളും ഒക്കെ എവിടെ കിടപ്പുണ്ട്? അവിടെ ഉണ്ട്. ഈ പറയുന്ന അൺകോൺഷ്യസ് മൈൻഡിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഓർക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കേട്ടുപോയ കഥകളും എന്തോ അതായത് ഫ്രോയിഡിയൻ സൈക്കോളജി അങ്ങനൊരു ടേം ഇല്ല സബ് കോൺഷ്യസ് എന്ന് പറയുന്നത്. അത് നമുക്ക് പ്രീ കോൺഷ്യസ് എന്നാണ് ഫ്രോയിഡ് ഉപയോഗിച്ച ടേം. അത് പിന്നീട് വന്നവരാണ് ഈ സബ് കോൺഷ്യസ്, ഉപബോധ മനസ്സെന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ പ്രീ കോൺഷ്യസ് മൈൻഡ് പോലൊരു മൈൻഡ് തന്നെയാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഈ പറയുന്ന ഹിപ്നോട്ടൈസ് ചെയ്യുമ്പോഴത്തേക്കിന് ഉപബോധ മനസ്സിനെയാണ് അവരാക്കിയത്. അത് പ്രീ കോൺഷ്യസ് മൈൻഡ് തന്നെയാണ് ഒരു തരത്തിൽ പറയാം. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് അതെ. I told you that the unconscious mind, the data stored in the unconscious mind is inaccessible to us, and we have no idea about what is there in our unconscious mind. But the thing is that it is so powerful that it can influence even in our day-to-day activities. The unconscious mind can influence even our day-to-day activities. അതായത് നമ്മളുടെ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ്, അതായത് പലപ്പോഴും അൺകോൺഷ്യസ് നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ സപ്രസ് ചെയ്യുന്ന വിചാരങ്ങളും വികാരങ്ങളും സെക്ഷലി ഓറിയന്റഡ് ആയിരിക്കും എന്നുള്ളത് അറിയാമല്ലോ. അതാണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ സപ്രസ് ചെയ്യുന്ന സംഭവം. നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അൺകോൺഷ്യസ് മൈൻഡിനകത്ത് കിടക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ചിലപ്പം കണ്ടെത്താൻ പറ്റിയില്ല. പക്ഷേ ഇറ്റ് ഈസ് സോ പൊട്ടൻഷ്യൽ ആൻഡ് പവർഫുൾ ദാറ്റ് ഇറ്റ് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമ്മുടെ ഏത് പ്രവർത്തികളുടെയും പുറകിൽ ഈ അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതിപ്പം നമ്മുടെ എല്ലാവർക്കും സംഭവിക്കുന്ന, ഒരാൾ മാത്രമല്ല എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പോഴല്ല, എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുമ്പോൾ ആളുകൾ ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്തു. നിങ്ങൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന സമയത്തുള്ള, ഇനിയും ഏതെങ്കിലും ഒരു കാലത്ത് ക്ലാസ് തുടങ്ങുവാണെങ്കിലത്തെ കാര്യം ഞാൻ പറയും, ചുമ്മാ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കും. പലരും പല രീതിയിൽ പല ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നുവെച്ചാൽ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ്. ചിലർ നഖം കടിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചിലർ വായി വിരലിട്ടുകൊണ്ടിരിക്കുന്നതാണ്, ചിലർ ചെവിക്കകത്ത് വിരലിട്ടുകൊണ്ടിരിക്കുന്നതാണ്, ചിലരാണെങ്കിൽ എവിടെയെങ്കിലും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ചിലരാണെങ്കിൽ കാലാട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇല്ലേ, ഇങ്ങനെയൊക്കെ കാണാറില്ലേ? ഇതെല്ലാം കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്.
അല്ല, കുറെ നേരമായി, ഇപ്പൊ മണി എത്രയായി? മണി 8:30 എന്നാ ഇച്ചിരി നേരം നാഹം കടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നാഹം കടിക്കുന്നതല്ലോ ആണോ? അല്ലെങ്കിൽ 9 മണിയായി, ഇനി കാലാട്ടാനുള്ള സമയമായി, കുറച്ച് നേരം കാലാട്ടിയേക്കാം എന്ന് നമ്മൾ വിചാരിച്ചിട്ട് ആട്ടൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ ഈ കാലാട്ടലും അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുന്ന നഖം കടിക്കല് പോലുള്ള പല സംഭവങ്ങളും അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ആണ്. അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അൺകോൺഷ്യസ് ആക്ടിവിറ്റീസ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ പറയും നഖം കടിക്കുന്ന ഒരാൾ ചില കടിച്ച് നഖത്തിന് അങ്ങേയറ്റത്ത് എത്തിക്കാണും. അത് ശരിക്കും അങ്ങനെ ഒരാൾ ചെയ്യുന്നു വിചാരിച്ചു, നിങ്ങളുടെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, പാവം കുറെ നേരമായിട്ട് തന്നെ ഇരുന്ന് നഖം കടിക്കുക, ഇനി ഞാൻ കടിച്ചു കൊടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പിടിച്ച് അവന്റെ കൈ വിരലൊന്ന് കടിച്ചു നോക്ക്. അപ്പൊ അടി കിട്ടാതെ സൂക്ഷിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്ലഷർ അല്ല പെയിനാ വരുന്നത്. കാരണം എന്താ, അതുവരെ അത് പ്ലഷർ ആയിരുന്നു. അതായത് സ്വയം എന്താണ് ഇങ്ങനെ കടിച്ചിരിക്കുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഓട്ടോ ഇറോട്ടിക് പ്ലഷർ. അതൊരു ഓട്ടോ ഇറോട്ടിക് പ്ലഷറാണ് ബോഡിയിൽ നിന്ന് കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ കാലാട്ടിക്കൊണ്ടിരിക്കുന്നപ്പോഴും ചെവിക്കകത്ത് വിരലിടുമ്പോഴും മൂക്കിൽ ചൊറിയുമ്പോഴും ഒക്കെ എന്താണ് സം കൈൻഡ് ഓഫ് എ പ്ലഷർ ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ഡിറൈവ്ഡ്. അപ്പോൾ ആ തരം പ്ലഷറിന് വേണ്ടി ആരാണോ ഇതൊക്കെ ചെയ്യുന്നത് അതാണ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പം നമുക്കറിയാം, നമ്മളിപ്പം ഞാൻ ചുമ്മാ പറയും, ഇപ്പോൾ കാലാട്ടുന്നവരെല്ലാം വലിയ പ്രശ്നക്കാരൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ട് എല്ലാവരുമായിട്ട് നമ്മളെല്ലാവരുമായിട്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ കാലാട്ടുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളെ കാലിൽ കാറ്റടിക്കുമ്പോൾ നമ്മുടെ കാല് കടന്ന് ആടുന്നതല്ലോ, നമ്മൾ അനക്കുന്നതല്ലേ, നമ്മൾ ബോധപൂർവം അല്ലെങ്കിലും ചെയ്യുന്ന ഒരു കാര്യമല്ലേ. അപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മുടെ ശരീരത്തിലെ രോമം ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിലും അതിന് തക്കതായിട്ടുള്ള ഒരു കമാൻഡ് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരണം, ഇല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ കാലാട്ടണമെങ്കിൽ അതിനകത്ത് എന്താ, ദർ ആർ കമാൻഡ്സ് കമ്മിങ് ഫ്രം ദി ബ്രെയിൻ. ആരാണ് ആ കമാൻഡ്സ് ഈ ബ്രെയിനിന് കൊടുക്കുന്നത്? അതാണ് നമ്മൾ ആലോചിക്കുന്നത്. അതാണ് അൺകോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ദി അൺകോൺഷ്യസ് മൈൻഡ് നീഡ്സ് ഗ്രാറ്റിഫിക്കേഷൻ. അവൻ എന്തോ പ്രശ്നമുണ്ട്, അവൻ ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമുണ്ട്. പക്ഷേ യു ആർ in the public and you are exposed to the society and you are in the public, and so there is no way to satisfy that gratify that desire. So that means then in that case the unconscious mind opts for substitute gratification. അപ്പോഴത്തേക്കും സംഭവിക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോകും. അപ്പം നിങ്ങൾക്ക് എന്തോ ഒരു സംഗതി അവിടെ കിട്ടിയാൽ കൊള്ളാം, ആവശ്യമാണെന്നുള്ളത് അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. പക്ഷെ അത് അവിടെ വെച്ച് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് യു ആർ എക്സ്പോസ്ഡ് ടു സൊസൈറ്റി, യു ആർ നോട്ട് ഇൻ യുവർ പ്രൈവറ്റ് സ്പേസ്. അപ്പോൾ സംഭവിക്കും ദാറ്റ് ഈസ് ഡൈവേർട്ടഡ് ടു വാട്ട് ഈസ് കോൾഡ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും എന്തോ ഒരു പ്ലഷർ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആയിരിക്കുന്നത്. ആൻഡ് സോ ഇതൊക്കെ ചെയ്യുന്നത് ആര്? അൺകോൺഷ്യസ് മൈൻഡാണ്. And so this unconscious mind is very powerful. So the unconscious mind is very powerful, as I told you. അതേപോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ബാധ കയറുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്നതും ആ രൂപങ്ങളും എന്താ പറയുന്നത് എക്സെപ്ഷണൽ ബീയിങ്സ് ഒക്കെ ജീവിക്കുന്നത് നിങ്ങൾ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഈ അൺകോൺഷ്യസ് മൈൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ സമയം കിട്ടിയാൽ, തക്കം കിട്ടിയാൽ കോൺഷ്യസ് മൈൻഡിന്റെ മുകളിൽ കയറാൻ ശ്രമിക്കും. അതാണ് ഈ ബാധ കയറൽ എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് മൈൻഡിനകത്ത് കോൺഷ്യസ് മൈൻഡ് വീക്ക് ആകുമ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് പവർഫുൾ ആവും. അപ്പോഴാണ് ഈ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയും അബ്നോർമൽ ബിഹേവിയറും ഒക്കെ ഉണ്ടാകാനുള്ള കാരണം. അതുപോലെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഈ ചിലര് മദ്യപിക്കുമ്പോഴത്തേക്കും അവരുടെ പകലുണ്ടാവുന്ന സ്വഭാവം അല്ലായിരിക്കും, അതുപോലെയൊക്കെയാണോ? അതായത് മദ്യപിക്കുമ്പോൾ ഉള്ള പ്രശ്നം കോൺഷ്യസ് മൈൻഡ് അങ്ങ് ഡൗൺ ആകത്തില്ലേ? കോൺഷ്യസ് മൈൻഡ് ഡൗൺ ആകും, പക്ഷെ അതിനനുസരിച്ച് അൺകോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുമോ എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ഓരോരുത്തരുടെയും ഈ ഡ്രങ്കൺ ബിഹേവിയർ ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ചില പ്രശ്നം ചിലര് പറയത്തില്ലേ, നമ്മൾ ഈ മദ്യപിച്ച് കഴിയുമ്പോഴത്തേക്കിന് എന്താണ് മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങളെല്ലാം പുറത്തേക്ക് തട്ടും എന്ന് പറഞ്ഞു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ഒരു കൺട്രോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ മൈൻഡിന്റെ മേലത്ത്. ആ കൺട്രോൾ അങ്ങ് ലൂസ് ആകും. കാരണം ഈ പറയുന്ന കോൺഷ്യസ് മൈൻഡ് വീക്ക് ആകുമ്പോൾ അത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഭാസം ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ഇതിന്റെ ഫിറ്റ് മാറുമ്പോൾ പുള്ളി തിരിച്ചു വരും. മനസ്സിലായില്ലേ?
അപ്പൊ ഫിറ്റ് മാറുമ്പം ഈ കൺട്രോൾ തിരിച്ച് കിട്ടും. അപ്പൊ പുള്ളി പഴയ പോലെ നോർമലായി പോകും. അതേ സമയത്ത് മറ്റേ ഇപ്പൊ നമ്മൾ ഒരാളിനെ പേടിപ്പിച്ചു, ഇപ്പോൾ ചാഴിയിരുന്ന് നമ്മൾ ഏതാണ്ട് കുറെ വേഷം കിട്ടി ഒരുത്തനെ പേടിപ്പിച്ചു, അവൻ ബോധം കിട്ടി താഴെ പോയെങ്കിൽ പിന്നെ പ്രശ്നമാണ്. കാരണം എന്താ, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ പിന്നെ മദ്യത്തിന്റെ കെട്ടടങ്ങുമ്പോൾ തിരിച്ചു വരുന്ന പോലെ ഇയാൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല. കാരണം എന്താ, ഇയാളെ അൺകോൺഷ്യസ് മൈൻഡ് ഓവർ ചെയ്തു കോൺഷ്യസ് മൈൻഡിനെ. അപ്പൊ അയാളുടെ ഞാൻ എന്നെ മനസ്സിലായില്ലേ, ഞാൻ ചത്തുപോയ വാസുദേവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി വരും. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആ വാസുദേവനൊക്കെ നമ്മുടെ മനസ്സിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ്, അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നതുകൊണ്ട്, അയാളുടെ ഒരു സിമ്പതിയോ എമ്പതിയോ ഒക്കെ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അവ ഈ അൺകോൺഷ്യസ് മൈൻഡ് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡാണ്. പിന്നെ മാത്രമല്ല ഈ സൈക്കോസിസ് ന്യൂറോസിസും സൈക്കോസിസിന്റെ ഒക്കെ സീറ്റ് ഇവിടെയാണ്. എവിടെയാണ്? അൺകോൺഷ്യസ് മൈൻഡിലാണ്. അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ഈ ഭ്രാന്ത് വരുന്ന ഒരു ജീവിയായ മനുഷ്യനാണ് ഭ്രാന്ത് വരുന്നത്. അതും മാത്രമല്ല, മനുഷ്യരിലെ കുഞ്ഞുങ്ങൾക്ക് ഭ്രാന്ത് വരത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ഭ്രാന്ത് വരത്തില്ല, അതായത് സൈക്കോസിസ് വരത്തില്ല. അതിന്റെ കാരണം കൊച്ചു കുഞ്ഞുങ്ങളുടെ ഞാൻ പറയുന്നത് 3-4 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സൈക്കോസിസ് ഒന്നും സംഭവിക്കത്തില്ല. അതിന്റെ കാരണം എന്താ? They have no unconscious mind. അവരുടെ അൺകോൺഷ്യസ് മൈൻഡ് പെർമനന്റ് അല്ല. അത് തന്നെ മെന്റൽ റിട്ടർഡേഷൻ ഈസ് അനദർ തിങ്. അത് വേറെ കാര്യം, അതൊന്നും അല്ല ഞാൻ പറഞ്ഞു തന്നത്. ബ്രെയിനിന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം ബുദ്ധിവികാസം സംഭവിച്ചിട്ടല്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും. അത് അവരെ ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്, അത് വേറെ പ്രോബ്ലം, അത് ഫിസിക്കൽ പ്രോബ്ലമാണ്. ഞാൻ പറയുന്നത് ഭ്രാന്തെന്ന് നമ്മൾ പറയുന്ന സൈക്കോസിസ് ഈ കുഞ്ഞുങ്ങൾക്ക് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ their unconscious mind is not prominent. അതാണ് ഒരു കാര്യം. ആനിമൽസിന് വരത്തില്ല ഭ്രാന്ത്. ആനിമൽസിന് ഏതെങ്കിലും ആനിമൽസിന് ഭ്രാന്ത് വന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും ആനിമൽസ് ഭ്രാന്തായി പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആനയ്ക്ക് മത വളകുന്നതും പട്ടിക്ക് പേടിക്കുന്നതും ഒന്നും സൈക്കാട്രിക് പ്രോബ്ലംസ് അല്ല. അതായത് ആനയ്ക്ക് മത വളകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നെറ്റിയുടെ സൈഡിൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് ചില സീസണിൽ അത് എന്ത് ചെയ്യും, അത് വീർത്ത് പൊട്ടും. അത് ഭയങ്കര ഇറിറ്റേഷനാണ് ആനയ്ക്ക്. അപ്പോൾ ആ സമയത്ത് ആനയെ കെട്ടിയിടുകയും ചെയ്ത് കഴിയുന്നത് കൊണ്ട് ആനയ്ക്ക് അതിഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ കാരണം അത് ആരെ അടുപ്പിക്കത്തില്ല. അതാണ് അതിന്റെ പ്രശ്നം. അല്ലാതെ അതിന് പ്രണയ നൈരാശ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതൊന്നുമല്ല. അല്ലെങ്കിൽ അതുപോലെ പട്ടിയുടെ പേ പിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു റാബിസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസം, ഒരു ബാക്ടീരിയയാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുക. അതൊന്നും ഒരിക്കലും ഈ പറയുന്ന മെന്റൽ ഷോക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളല്ല. അങ്ങനെ ഉണ്ടാകുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, മനുഷ്യർക്കേ ഉള്ളൂ. കാരണം എന്താ, നമുക്കൊരു അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അതുകൊണ്ട് മറ്റൊരു അൺകോൺഷ്യസ് മൈൻഡ് ഇല്ല. നമുക്ക് മൃഗങ്ങളൊന്നും സ്വപ്നം കാണാറില്ലേ? മൃഗങ്ങൾ അങ്ങനെ പറഞ്ഞ സ്വപ്നം അൺകോൺഷ്യസ് മൈൻഡ് തമ്മിൽ ബന്ധമൊന്നുമില്ല. അത് നമുക്ക് സ്വപ്നത്തെ പറ്റി പറയുമ്പോഴത്തേക്ക് ലാംഗ്വേജ് ആണ് ഡ്രീം എന്നൊക്കെ ഞാൻ അൺകോൺഷ്യസ് മൈൻഡിന്റെ ആണ് ഡ്രീം എന്ന് വായിച്ച പോലെ ഒരു ഓർമ്മ. അതായത് അത് ഞാൻ പറയാം, അതിലേക്ക് വരാം. നമുക്ക് ഡ്രീം അനാലിസിസിലേക്ക് വരുന്നുണ്ട്, ഞാൻ പറയാം അപ്പോഴത്തേക്ക്. അടുത്ത ഒരു സെക്ഷൻ നമ്മൾ ഡ്രീമിലേക്ക് വരുന്നുണ്ട്, ഇന്റർപ്രിറ്റേഷൻ ഡ്രീംസ് അപ്പോഴത്തേക്ക് പറയാം. ഓക്കെ. അതായത് ഈ പറയുന്ന നിങ്ങൾ മുമ്പ് പറഞ്ഞ സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ സ്വപ്നങ്ങളൊക്കെ ആയിട്ട് ആക്ടിവേറ്റഡ് ആയി വരുന്നത്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ചിന്താശേഷികളുണ്ടല്ലോ സാർ ഇതൊക്കെ തോന്നുന്നത്. ഏത് ഈ എന്തെങ്കിലുമൊക്കെ ഈ ഭ്രാന്ത് പോലെ അത് ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ ചിന്താശേഷി ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഓരോന്നിരുന്ന് ചിന്തിച്ച് കൂട്ടിയൊക്കെ ചെയ്യുന്നുണ്ടല്ലേ നമുക്ക് ഇങ്ങനെ തോന്നുന്നത് ഓരോ. അപ്പൊ അതിന്റെ അർത്ഥം അതിന്റെ ബാക്കി ആനിമൽസിനൊന്നും ചിന്താശേഷി ഇല്ലെന്നാണോ അതിന്റെ അർത്ഥം? ഉണ്ട്, ആനിമൽസിനൊക്കെ നല്ല ചിന്താശേഷിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ചിന്തിക്കാനും വിഷമിക്കാനും ഒന്നും ആനിമൽസിന് കഴിവില്ലാഞ്ഞിട്ടാണോ കഴിഞ്ഞ ദിവസം അവിടെ വെള്ളപ്പൊക്കത്തിൽ മരിച്ചൊരു കുഞ്ഞിനെ തപ്പി 5-8 ദിവസമായിട്ടൊരു നായ നടന്നത്? അതിന് ചിന്തിക്കാനുള്ള ശേഷി ഇല്ലാഞ്ഞിട്ടാണോ? ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, ഹയർ ആനിമൽസിനുണ്ട് ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. അത് ആനിമൽസ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, ലോവർ ആനിമൽസും ഉണ്ട്, ഹയർ ആനിമൽസും ഉണ്ട്. ലോവർ ആനിമൽസ് എന്ന് പറയുന്നത് അതിന്റെ ജനറ്റിക്കലി കോഡഡ് ബിഹേവിയർ മാത്രമേ ഉള്ളൂ, അതിന് തിങ്കിങ് ഇല്ല. ജനറ്റിക്കലി കോഡഡ് ബിഹേവിയർ ആണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അതിന് ഇമാജിൻഡ് ആക്ഷൻ ഇല്ല. ഇമാജിൻഡ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിയൽ ആക്ഷൻ നടത്തുന്നതിന് മുമ്പേ ചിന്തിക്കത്തില്ല. ഇപ്പോ നിങ്ങളൊരു പിന്നെന്താ പറയുന്നത്,
നിങ്ങളുടെ വീട്ടിൽ ഒരു കടന്നക്കൂടെന്ന് വിചാരിച്ചു. നിങ്ങൾ കടന്നലിന് എപ്പോഴും എന്താണ് എല്ലാ സ്നേഹത്തോടെയും കൂടെ അതിനെ പോയി നിന്ന് അതിനോട് സംസാരിച്ച് ഒരു ദിവസം നിങ്ങൾ അതിനകത്ത് കൈവിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ ഉറപ്പായിട്ട് അത് കുത്തിയിരിക്കും. കാരണം എന്താ, നിങ്ങൾ ഇന്നയാളാണെന്നൊന്നും പുള്ളിക്കറിയത്തില്ല. പുള്ളിയെ തൊട്ട പുള്ളി കുത്തും. അത് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ജനറ്റിക്കലി കോഡഡ് ബിഹേവിയർ ആണ്. പാമ്പിനൊന്നും പരിശീലിപ്പിക്കാൻ പറ്റത്തില്ല, ഒരു കാര്യം പരിശീലിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അതിനുള്ള ശേഷിയൊന്നുമില്ല, ചിന്തിങ്ങിങ് ഒന്നുമില്ല. അതിനെ ചവിട്ടി അത് കടിക്കും. അല്ലെങ്കിൽ ഈ ചേട്ടൻ എന്നെ പണ്ട് രക്ഷിച്ചത് അതുകൊണ്ട് ഞാൻ കഴിക്കത്തില്ല എന്നൊന്നും വിചാരിക്കത്തില്ല പാമ്പ്. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ശേഷിയുള്ളതിൻ്റെ അതിൻ്റെ ജനറ്റിക്കലി കോഡഡ് ബിഹേവിയർ ആണ്. അതായത് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഹയർ ആനിമൽസ് എപ്പോഴും തിങ്ക് ചെയ്യും. അതായത് പട്ടിയും പൂച്ചയും സിംഹവും പുലിയും ഒക്കെ എന്ത് ചെയ്യും, പശുവും ഒക്കെ എന്ത് ചെയ്യും, ചിന്തിക്കും. ചിന്തിക്കുന്നതിലൂടെയാണ് എന്താണ് അത് ഈ പറയുന്ന ഇമാജിൻഡ് ആക്ഷൻ അല്ലെങ്കിൽ റിയൽ ആക്ഷന് മുമ്പ് ഇമാജിൻഡ് ആക്ഷനിലേക്ക് വരുന്നത്. പക്ഷേ മനുഷ്യനും ആനിമൽസിനുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് സമൂഹത്തെ പേടിയാണ്. മനുഷ്യൻ ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. പറഞ്ഞോ, കേൾക്കാമോ? കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ. അപ്പോൾ ഈ ആനിമൽസും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ സൊസൈറ്റിയിൽ ജീവിക്കുന്നത് കൊണ്ട് സപ്രസ് ചെയ്യപ്പെടണം. അതായത് സൊസൈറ്റി ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കോഡിനുള്ളിലെ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. ആ കോഡുകൾ നമുക്ക് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യണം, പലപ്പോഴും ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റിനോ അല്ലെങ്കിൽ സപ്രഷനോ നമ്മൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമുക്ക് അൺകോൺഷ്യസ് മൈൻഡ് വരുന്നത്. മറ്റവർക്ക് മൈൻഡ് ഉണ്ട്, തിങ്കിങ്ങും ഉണ്ട്, പക്ഷെ അവർക്ക് ഏതെങ്കിലും പ്രത്യേക റൂൾസ് അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ആഗ്രഹമില്ല. അവരുടെ റൂൾ എന്ന് പറയുന്നത് അവരുടെ എന്നാ പറയുന്നത് പ്രകൃതി അവർക്ക് ആവശ്യപ്പെടുന്ന അവരുടെ ബിഹേവിയറാണ്. അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു വന്ന സംഭവങ്ങളിലേക്ക് വന്നാൽ, അപ്പോൾ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഇതാണ്, ഈ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു പാർട്ടാണ്, പാർട്ട് ഓഫ് ദ ഹ്യൂമൻ ബ്രെയിൻ. അപ്പോൾ നമ്മൾ പറഞ്ഞത് there are three parts of the unconscious mind. Three parts of the human psyche. They are the conscious mind, the pre-conscious mind and the unconscious mind. Clear ആവുന്നുണ്ടോ? കേൾക്കാമോ? ഹലോ, ആരും ഹലോ സർ, ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇനി നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ വേറെ കാര്യം പറയാം. നമുക്ക് ഈ ഇന്ത്യൻ സിറ്റുവേഷനിലെ നമ്മുടെ ഈ പഴയ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ ഏതാണ്ട് ഇതുമായിട്ട് സാമ്യമുള്ള ചില സംഭവങ്ങളുണ്ട്. അതായത് ഈ ഫ്രോയിഡുമായിട്ട് പറയുന്നതുമായിട്ട് ചില സാമ്യങ്ങളുണ്ട്. അത് പൂർണ്ണമായി അതല്ല, അതാണെന്ന് ഞാൻ പറയുന്നില്ല. അതുമായിട്ട് സാമ്യമുള്ള ചില സംഭവങ്ങളുണ്ട്. അത് വേണമെങ്കിൽ നമുക്കതൊന്ന് ജസ്റ്റ് നമ്മുടെ ഒരു പൊതു അറിവിലേക്ക് വേണമെങ്കിൽ അത് നമുക്ക് ഓർക്കാവുന്നതേ ഉള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാണ്ഡൂക്യോപനിഷത്ത് എന്ന് പറഞ്ഞൊരു ഉപനിഷത്തുണ്ട്. മാണ്ഡൂക്യോപനിഷത്തിനകത്ത് ഒരു വാക്യമുണ്ട്. അതായത് ബ്രഹ്മം ചതുഷ്പാദം എന്ന് പറയുന്നുണ്ട്. അതായത് ബ്രഹ്മം ചതുഷ്പാദമാണ് എന്ന് വെച്ചാൽ 4 സെക്ഷൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. 4 സെക്ഷൻസ് ആയിട്ട് തിരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് ഒരു വൈഡർ സ്കെയിലിൽ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച മനസ്സായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം. അപ്പൊ അതിന് 4 സെക്ഷൻസ് ആയിട്ടാണ് മൈൻഡിനെ അവിടെ ഡിവൈഡ് ചെയ്ത്. അത് ഞാൻ പറഞ്ഞില്ല, ഇതുമായിട്ട് കറക്റ്റ് കോറിലേറ്റ് ചെയ്ത് പോവുകയില്ല, പക്ഷെ ഏതാണ്ട് ഇതുമായിട്ട് അസാമ്യമുള്ളൊരു ചിന്തയാണത്. അതിൽ പറയുന്നത് there are 4 sections of the mind. ഫ്രോയിഡ് 3 പറഞ്ഞിട്ടുള്ളൂ, ഇവിടെ 4 സെക്ഷൻസ് എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ജാഗ്രത്. ദ ഫസ്റ്റ് വൺ ഈസ് ജാഗ്രത്. ജാഗ്രത് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ജാഗ്രത്? ജാഗ്രതാവസ്ഥ. അതില് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ജാഗ്രത സ്ഥാനോ ബഹിർപ്രജ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാഗ്രത സ്ഥാനോ ബഹിർപ്രജ്ഞ എന്നാണ് ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ജാഗ്രത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്? പ്രാജ്ഞൻ, അതായത് നോയിങ് സെൽഫ് എന്ന് പറയുന്നത് ഔട്ടർ ലെയർ ഓഫ് ദ സൈക്കിയിൽ ഇരിക്കുമ്പോൾ അതിനെയാണ് പറയുന്നത് പ്രാജ്ഞൻ, ജാഗ്രത് എന്ന് പറയുന്നത്. അപ്പം ജാഗ്രത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രോയിഡിന്റെ കോൺഷ്യസ് മൈൻഡുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാം.
സോ ജാഗ്രത സ്ഥാനോ ബഹിർപ്രജ്ഞ മീൻസ് ജാഗ്രത അവസ്ഥയിൽ പ്രാജ്ഞൻ, നോയിങ് സെൽഫ് ഈസ് ഇൻ ദ ഔട്ടർ ലെയർ. ക്ലിയർ ആയോ? അതാണ് ഒന്ന്. രണ്ടാമത്തെ ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വാട്ട്സ് കോൾഡ് സ്വപ്നം. രണ്ടാമത്തേത് സ്വപ്നമാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഡ്രീം. ഹിയർ എന്തോ അൺകോൺഷ്യസ് മൈൻഡിനെ അല്ല, പ്രീ കോൺഷ്യസ് മൈൻഡിനെയാണ്, വേണമെങ്കിൽ അങ്ങനെ പറയാം. അതായത് സ്വപ്നസ്ഥാനോ അന്തപ്രജ്ഞ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വപ്നസ്ഥാനോ അന്തപ്രജ്ഞ. കാരണം പ്രാജ്ഞൻ ഓർ ദി കോൺഷ്യസ് സെൽഫ് ഈസ് ഇൻ ദ ഇന്റീരിയർ ലെയർ. ഇന്റീരിയറിലാണ്, മൈൻഡ് ഇന്റീരിയറിൽ ഇരിക്കുന്ന മൈൻഡിനെയാണ് എന്ത് പറയുന്നത്, സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ സ്വപ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രീ കോൺഷ്യസ് മൈൻഡുമായിട്ട് ഏതാണ്ട് അടുത്ത് വരും. മൂന്നാമതായിട്ട് ഉപനിഷത്തിൽ പറയുന്നത് സുഷുപ്തിയാണ്. സുഷുപ്തി. ഈ സുഷുപ്തിയാണ് നമ്മൾ മുമ്പ് പറഞ്ഞ എന്താണ്, അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് സുഷുപ്തിയാണ്. അതിനകത്ത് സുപ്തസ്ഥാനോ ഏകീഭൂത എന്നാണ് പറഞ്ഞത്. സുപ്തസ്ഥാനോ ഏകീഭൂത എന്നാണ് ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ഫ്രോയിഡിനേക്കാളൊക്കെ ഇരട്ടി പറയുന്ന ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സങ്കീർണമായ ഒരു സംഭവമാണത്. അവിടെ പറയുന്നത് ഈ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കുറച്ച് സങ്കീർണമായ ഒരു സംഭവമാണ്. ഈ ഇന്ത്യൻ ഉപനിഷത്തിനകത്ത് ഓരോ സ്റ്റേജിനും, അതായത് ഈ സ്വപ്നം, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഇതിലൊക്കെ രണ്ട് ഭൂതങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ രണ്ട് ഭൂതം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ മറ്റേ സീരിയലിനകത്ത് കാണുന്ന മറ്റേ കോമാളികളെയല്ല ഉദ്ദേശിക്കുന്നത്. ഭൂതം ഹിയർ റെഫേഴ്സ് ടു എലിമെന്റ്സ്, ബേസിക് എലിമെന്റ്സ്. അതായത് നമ്മൾ ഈ പറയുന്ന പഞ്ചഭൂതങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ എലിമെന്റ്സ് ആണ്, ബേസിക് എലിമെന്റ്സ് ആണ്. രണ്ട് ഭൂതങ്ങൾ പറയും. അതായത് രണ്ട് സ്വത്വങ്ങളാണ്. അത് ജാഗ്രതയിൽ വിശ്വനും വൈശ്വാനരനും, സ്വപ്നത്തിൽ തൈജസനും ഹിരണ്യഗർഭനും, അങ്ങനെ പറയുന്ന രണ്ട് ഭൂതങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് ഒന്നെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സൈക്കിയും ദ അതർ വൺ ഈസ് കളക്റ്റീവ് സൈക്കിയുമാണ്. അതായത് ഫ്രോയിഡിന്റെയും യുങ്ങിന്റെയും കൂടെയുള്ള സൈക്കോളജി ചേർന്ന് വരുന്ന ഒന്നാണ് ഈ പറയുന്ന ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ സിംഗിൾ സിദ്ധാന്തം. അത് ആലോചിക്കണം. ഇനി ഫ്രോയിഡ് കഴിഞ്ഞ ശേഷം നമ്മൾ യുങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഫ്രോയിഡും ഫ്രോയിഡ് പ്ലസ് യുങ് ഈസ് ഉപനിഷത്തിക് സൈക്കോളജി. അതാണ് സംഭവിക്കുന്നത്. അതായത് കളക്റ്റീവ് സൈക്കിയെ പറ്റി, കളക്റ്റീവ് മൈൻഡിനെ പറ്റി ഫ്രോയിഡ് പറഞ്ഞിട്ടില്ല. ഫ്രോയിഡിന്റെ ചിന്തകൾ എപ്പോഴും ഇൻഡിവിജ്വൽ സൈക്കിയിൽ അധിഷ്ഠിതമാണ്. അപ്പം ഈ കളക്റ്റീവ് സൈക്കിയും ഇൻഡിവിജ്വൽ സൈക്കിയും വൺ ആൻഡ് ദ സെയിം തിങ് ആയിട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ പറയുന്ന സുഷുപ്തി എന്ന് ഉപനിഷത്തിൽ പറയും. അവിടെ നമ്മുടെ ഫ്രോയിഡിയൻ അൺകോൺഷ്യസ് മാത്രമല്ല, അതിനേക്കാളും വലിയ ഡയമെൻഷനുള്ള ഒരു സംഭവമാണ് ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ആ സംഭവം, അതായത് സുഷുപ്തി. ഇത് കൂടാതെ ഒരു ഫോർത്ത് സ്റ്റേറ്റ് ഓഫ് ദ മൈൻഡ് ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട്സ് കോൾഡ് തുരിയം. തുരിയം ഈസ് ദ ഫോർത്ത് സ്റ്റേറ്റ്. അത് ദിസ് ഈസ് റാദർ ഇന്നോവേറ്റീവ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി ദെയർ ഇൻ ദ ഫ്രോയിഡിയൻ തിയറീസ്. ഫ്രോയിഡിയൻ തിയറിയിൽ ഇല്ല ഈ ഒരു സംഭവം. ഈ തുര്യത്തെ പറ്റിയുള്ള ഡിസ്കഷൻസ് ഒന്നും ഫ്രോയിഡിനില്ല. സംതിങ് അൺനോൺ ടു ഫ്രോയിഡ്. ഹലോ സാർ. ഹലോ, കേൾക്കാമോ? ഹലോ സാർ. നാലാമത് പറഞ്ഞ ക്ലിയർ ആയില്ല കേട്ടോ സാർ. നാലാമത് പറഞ്ഞത് ഫോർത്ത് സ്റ്റേജിലുള്ളത് ക്ലിയർ ആയില്ല. സാൻസ്ക്രിറ്റ് എന്ന് പറഞ്ഞത് തുരിയം, TURUIYAM, തുരിയം. ഞാൻ സാൻസ്ക്രിറ്റ് പറഞ്ഞില്ല, അതിന്റെ തുരിയം എന്നാണ് അതിന്റെ പറയുന്നത്. TURIYAM. കിട്ടിയോ? കിട്ടി. ഈ തുരിയം എന്ന് പറയുന്നത് ഫോർത്ത് സ്റ്റേറ്റ് ആണ്. അത് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു ഓർഡിനറി ആയിട്ടുള്ള ഒരു മനുഷ്യന് ഇല്ലാത്തൊരു സംഭവമാണ്. അതുകൊണ്ടായിരിക്കും ഫ്രോയിഡ് പറയാത്തത്. അത് ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ്. ഈ തുര്യത്തെ പറ്റി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ന അന്തപ്രജ്ഞ, ന ബഹിഃ പ്രജ്ഞ, നോഭേദഃ പ്രജ്ഞ, ന പ്രജ്ഞ, ന പ്രജ്ഞ, ന പ്രജ്ഞാനഘനം, അദൃഷ്ടം, അവ്യവഹാരം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്ത്യം. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് തുരിയം. അഗ്രാഹ്യം, അലക്ഷണം, അചിന്ത്യം. അദൃഷ്ടം, അവ്യവഹാരം, അഗ്രാഹ്യം, അലക്ഷണം, അചിന്ത്യം.
ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം മന്വന്തേ സാത്മാ സവിജ്ഞയഃ. സോ ദിസ് ഈസ് വാട്ട് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദി ഉപനിഷത്സ്. അപ്പോൾ അവിടെ പറയുന്നത് ഇത് അന്ധപ്രജ്ഞ, ഇത് അത് അന്ധപ്രജ്ഞനുമല്ല, ബാഹ്യപ്രജ്ഞനുമല്ല, പ്രാജ്ഞനെയല്ല. ഇത് പിന്നെന്താണ്? ഇത് അദൃഷ്ടവും അവ്യവഹാരവും അഗ്രാഹ്യവും അലക്ഷണവും അചിന്ത്യവുമായിട്ടുള്ള അൺഇമാജിനബിൾ അൺതിങ്കബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഈ പറയുന്ന തുരീയം എന്ന് പറയുന്നത്. അത് സാധാരണക്കാരായ അല്ല, അത് ഞാൻ പറയാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളെപ്പോ ഇപ്പൊ എന്നെപ്പോ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോന്ന് അറിയത്തില്ല, എന്നെപ്പോഴൊക്കെയുള്ള ഓർഡിനറി ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള യോഗമില്ല. അതായത് ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദ യോഗീസ്. യോഗി എന്ന് പറഞ്ഞാൽ യോഗം ചെയ്തവനാണ്. യോഗം എന്ന് പറയുന്ന യൂണിനാണ്, അതായത് വൺ വിത്ത് ദി ഓവർ സോൾ എന്നൊക്കെ പറയുന്നത്, അങ്ങനെ ഒരു സംഭവം. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ് ഈ പറയുന്ന ഈ തുര്യം എന്ന് പറയുന്നത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട്, ഇറ്റ് ക്യാൻ ബി എക്സ്പീരിയൻസ്ഡ് ബൈ ദ റൈറ്റേഴ്സ് ഓൾസോ. അതായത് കലാകാരന്മാർക്ക്, എഴുത്തുകാർക്ക് ഈ ഒരു അവസ്ഥ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾസ് ഞാൻ പറയാം. അതായത് നമ്മുടെ ചങ്ങമ്പുഴയുടെ മനസ്വിനി എന്ന് പറഞ്ഞൊരു കവിത വായിച്ചിട്ടുണ്ടോ? അതിലെ ഈ മനസ്വിനിക്കകത്തെ ഒരു സ്റ്റാൻസയുണ്ട്. മലരൊളി തിരളും മധുചന്ദ്രികയിൽ മഴവിൽ കൊടിയുടെ മുനമുക്കി എഴുതാനുഴറി കൽപ്പന ഒരഴകിനെ എന്നെ മറന്നു ഞാൻ, മധുര സ്വപ്ന ശതാവലി പൂത്തൊരു മായാലോകത്തെത്തി ഞാൻ, അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ എന്ന് പറയുന്നുണ്ട്. അതാണ് തുര്യം. അദ്വൈതാമല ഭാവസ്പന്ദിത വിദ്യുന്മേഖല പൂകി ഞാൻ എന്ന് പറയുന്നതാണ് തുര്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേറെ എങ്ങും പോകണ്ട, വേഡ്സ്വർത്തിനെ എടുത്ത് നോക്കൂ. വേഡ്സ്വർത്തിന്റെ നമ്മുടെ പോയവില്ലേ, വളരെ സിമ്പിൾ ആയൊരു പോയുണ്ടല്ലോ, ഡാഫോഡിൽസ്. അതെ, അങ്ങനെ പറയുന്നത് they flash upon that inward eye which is the bliss of solitude. കേട്ടിട്ടില്ലേ? ഓർക്കുന്നില്ലേ? They flash upon that inward eye which is the bliss of solitude. ഈ ഡാഫോഡിൽസിനെ പറ്റിയുള്ള ഒരു ഇന്റർപ്രിട്ടേഷനകത്ത് ഒരു ക്രിട്ടിക് പറഞ്ഞിരിക്കുന്നത്, അത് ഇപ്പൊ പറഞ്ഞില്ലേ, അനന്തപരമാൻ പറഞ്ഞില്ലേ, അതായത് എന്താ പറഞ്ഞേ, they flash upon 10,000 saw at a glance, tossing their heads in sprightly dance. The waves beside them dance, but they outdid the sparkling waves in glee എന്ന് പറയുന്നില്ലേ. അതായത് ഇവിടെ ഒരു നൃത്തമാണ്, ഒരു ആനന്ദ നടനമാണ്. ഒരു സൈഡ് ഡാഫോഡിൽസിന്റെ അപ്പുറത്ത് എന്താണ് ഈ പറയുന്ന സമുദ്രത്തിലെ തിരമാലകളും, ഇവ തമ്മിലുള്ള ഒരു ഡാൻസ് ആണ്, ഒരു ആനന്ദ നടനമാണ്. അതിലെ ഈ പറയുന്ന daffodils represents the jivatma and the ocean represents the paramatma. ആ ഒരു അങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ അതിനുണ്ട്. അതേപോലെ വേഡ്സ്വർത്തിന്റെ വേറൊരു പോയുണ്ടല്ലോ, ടിൻഡനാബി ലൈൻസ്. ടിൻഡനാബി ലൈൻസിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ടിൻഡനാബി ലൈൻസിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നല്ലേ ടിൻഡനാബി ലൈൻസ്? റൊമാന്റിക് അതില് പറഞ്ഞിരിക്കുന്നത് that gentle and serene mood to which our affections gently lead us on, that blessed and serene mood to which our affections gently lead us on. This is how it is put in the poem Tindinabi Lines. അപ്പൊ ഇങ്ങനെ സാഹിത്യകാരന്മാർക്കൊക്കെ ആ ഒരു അവാച്യമായിട്ടുള്ള അചിന്ത്യമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ, സോ ദിസ് ഈസ് കുബ്ല ഖാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുമോ സാറേ? ആ വിഷന്റെ ഡ്രീം എന്നല്ലേ അതിനെ? അപ്പൊ അതങ്ങനെ ആ ഒരു സംഗതി എന്ന് പറയുന്നത്, പക്ഷെ അത് ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ല, അതൊരു ഫാന്റസി മാറ്റപ്പെട്ടു പോയതാണ്. ഒരു ഫാന്റസി വേൾഡിലേക്ക് പുള്ളി. ഹലോ സാർ, ഹലോ കേൾക്കാമോ? ഹലോ സാർ, അത് കുബ്ലൈ ഖാനിലെ ഹലോ സാർ, കുബ്ലൈ ഖാനകത്ത് സാനഡു എന്ന് പറഞ്ഞ ഒരു അൺഇമാജിനറി പ്ലേസിനെ പറ്റിട്ടല്ലേ പറയുന്നേ? അതെ,
അതെ, അത് എന്നുവെച്ചാൽ അത് എന്ന് പറയുന്നത് ഈ പോയറ്റ് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ഇമാജിനേഷന്റെ ചിറകിലേറി അങ്ങേരെ ഒരു വളരെ ഫാന്റസി വേൾഡിലേക്ക് കടന്നു പോവാണ് ചെയ്യുന്നത്. പക്ഷെ അല്ല, അത് അദ്ദേഹം ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമുക്ക് തന്നെ ഒരു പറയുന്നുണ്ട്, ഒരു അദ്ദേഹം ഒരു ബുക്ക് വായിച്ചോണ്ടിരുന്നപ്പോ ഉറങ്ങിപ്പോയി എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് ഈ സനഡിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അതെ, പക്ഷെ അപ്പൊ അങ്ങനെ ആ ഒരു അത് കാരണം അങ്ങനെ ഇല്ലെന്ന് പറയുന്നുണ്ട്. അതാണ് ഓപ്പിയം അല്ല, അങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ഓപ്പിയം കഴിച്ച എല്ലാവർക്കും കവിത എഴുതാൻ പറ്റുന്നില്ല. അത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഓപ്പിയം കഴിച്ച എല്ലാവർക്കും കവിത എഴുതാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഇവിടെ അതിന്റെയൊക്കെ ഒരു ആകത്തുകയായിരിക്കാം ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും അങ്ങേർക്ക് അത് വീണ്ടും അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോയമേ. തിരിച്ചു വന്നിട്ട് അത് വീണ്ടും എന്താണ് അത് റീവർക്ക് ചെയ്തോ അത് ഫിനിഷിങ്ങിൽ എത്തിക്കാൻ പുള്ളിക്ക് സാധിക്കാതെ പോയത് അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇവിടെ തുര്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ഹയർ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ എടുക്കണം. കാരണം അതൊരു എന്താ പറയുന്നത് വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. അത് ഒരുപക്ഷെ കലാകാരൻ ഈ കോളർജ് ഉൾപ്പെടെയുള്ളവരെ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് ഈ കുബ്ലക്കന്നത്ത് പറയുന്ന പോലുള്ള ഒരു ഫാന്റസി വേൾഡിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അതൊരു അവാച്യമായിട്ടുള്ള ഒരു അനുഭൂതിയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന പരമാനന്ദം എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ആയിരിക്കാം അത്. ആൻഡ് സോ ദാറ്റ് ഈസ് ദി ഇന്ത്യൻ റെസ്പോൺസ് ടു ദിസ് ഈ പറയുന്ന സൈക്കോളജിക്ക്. ആൻഡ് ദെൻ Freud, and coming back to Freud, Freud introduced another division of the psyche also. Apart from the topographical division, there is another division of the human psyche also. It is called, structural division of the psyche. So what is meant by structural division of the psyche? So here there are three, again here also we can see three divisions. Under structural division we can see three divisions of the human psyche. They are the id, ego and superego. Id, ego and superego. So these are the three divisions of the structural divisions of the human psyche. And now which are the three divisions? Id, ego and superego. So these are the three structural divisions. Id, it is id, and the other one is ego, ego, and the third one is superego. Id, ego and superego. What is id? And according to Freud, id is the id refers to it is a primitive impulse in man. Primitive, yes. It is instinctual drives. The instinctual drives arising out of the constitutional needs of the body. It refers to our instinctual drives arising out of the constitutional needs of the body. നമ്മുടെ ശരീരത്തിന് ചില ആവശ്യങ്ങളുണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷണൽ നീഡ്സ് എന്ന് പറയുന്നത് ഫിസിക്കൽ നീഡ്സ് ഓഫ് ദ ബോഡിയാണ്. ആൻഡ് ദോസ് ബോഡി നീഡ്സ് ക്രിയേറ്റ് വാട്ട് ഈസ് കോൾഡ് ഇദ്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് പല ആവശ്യങ്ങളുമുണ്ട്. അതായത് വിശപ്പ്, hunger, thirst and sex. So these are the needs of the body. ശരീരത്തിന്റെ ആവശ്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ ആവശ്യങ്ങൾ, അതായത് ഹങ്കർ, തേഴ്സ്റ്റ്, സെക്സ്, ഇതൊക്കെ ശരീരത്തിന്റെ ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിലുണ്ടാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ചില ഇൻസ്റ്റിങ്ക്ച്വൽ ഡ്രൈവ്സ് ഉണ്ട്. ആഹാരം കാണുമ്പോൾ എടുത്ത് തിന്നാൻ തോന്നുന്നു, ഇങ്ങനെയൊക്കെയുള്ള തോന്നൽ, കൊതി, ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ they are related to our physical needs. And those impulse instinctual drives are called id, id. The second is called ego, ego. Ego is the conscious mind, is the conscious mind itself. Ego is the conscious mind. And the third is superego. So what is superego? Superego is that part of the human psyche which questions the ego when it commits an error under the influence of id
So superego is that part of the human psyche which questions the ego when it commits an error under the influence of id. അതായത് ഈഗോ എന്ന് പറയുന്നതാണ് സെൽഫ്. ഈ സെൽഫിന് നല്ല ആളും ആകാം ചീത്ത ആളും ആകാം. അതായത് സെൽഫിന്റെ അത് സമൂഹം പറയുന്ന ചീത്ത വശം എന്ന് പറയുന്നതാണ് അതിലേക്ക് നയിക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഇതാണ്. എന്നാൽ ആ എന്താ പറയുന്ന സോക്കോൾഡ് മോശമായ സംഭവങ്ങളിൽ നിന്നും എന്താ പറയുന്ന ഈഗോയെ ശാസിക്കുന്ന ഒരു സംഭവമാണ് ഈ സൂപ്പർ ഈഗോ എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് പേരന്റൽ ഓർ സൊസൈറ്റൽ ഇൻഫ്ലുവൻസ്. And this is best illustrated with an example often told in B.Ed classrooms. ഇപ്പോൾ B.Ed ഒക്കെ പഠിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. പല ഈ ചൈൽഡ് സൈക്കോളജിയിലൊക്കെ പറയുന്ന ഒരു എക്സാമ്പിൾ, ഒരു വളരെ പോപ്പുലർ ആയ എക്സാമ്പിൾ ആണ്. That is an apple is placed in a plate, and the plate is on a table, and then a small boy comes there, and when he sees this apple, he rushes to take it. The boy rushes to eat the apple, and then the father intervenes and he said, "No, don't touch it. It is not yours. This is not yours." Then what did he do? And the boy became disappointed and he went back. Next day, the same situation was repeated. And what happened at that time? This time, the father was not with him. So the boy took the apple and he ate it. And after having taken it, he became guilty. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പയ്യന് ഭയങ്കര ടെൻഷനായി, ഭയങ്കര വിഷമമായി, ഗിൽറ്റി ആയി. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ദി ഇമ്പൾസ് ടു ഈറ്റ് ദി ആപ്പിൾ വാസ് ഗിവൺ ബൈ ഇത്. എന്നോട് കൊതി തോന്നി. അപ്പൊ കൊതി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിങ്ക്റ്റൽ ഡ്രൈവിൽ നിന്നാണ് ആ ഒരു ആക്ഷൻ നടന്നത്. അതായത് സെൽഫ് പോയി എടുത്ത് കഴിച്ചു. ഇമ്പൾസ് വാസ് ക്യാരിഡ് ഔട്ട് ബൈ ഈഗോ. അത് കഴിഞ്ഞ് the boy felt guilty. Why? Because he remembered his father's words, and so he became guilty. Appo adinte artham that part of the human psyche questioned the ego, and that is what's called superego. So these are the three divisions: id, ego, and superego. The three divisions of the psyche from the structural viewpoint. So there are these two divisions of the human psyche in Freud. One is the topographical division of the mind into three: conscious, pre-conscious, and unconscious, and the structural division of the psyche into id, ego, and superego. Clear? And then his other important contributions, Freud's other important contributions. And now, another major contribution of Freud is his book, The Interpretation of Dreams. The Interpretation of Dreams. What is the significance of that book? It was published in 1900. ഒരു 2 വർഷത്തിന് മുമ്പുള്ള ഒരു UGC എക്സാമിനേഷന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഇതാണ്: ഇയർ ഓഫ് പബ്ലിക്കേഷൻ ഓഫ് ദി ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്. So it was 1900. So what is special about that book is that it is one of the most influential books of the 20th century. Some agency once conducted a survey to find out the 5 most important, powerful books of the 20th century. And those 5 books were identified, and Interpretation of Dreams was one among them. The others being Newton's theory. Then another one was the Communist Manifesto, the Interpretation of Dreams, then Einstein's Theory of Relativity, and one more belongs to literature, Hamlet, the play Hamlet. So these are the most important books, 5 books of the 20th century, and Interpretation of Dreams was one among them. And it was published in 1900. So here, Freud completely
reconfigured the human psyche. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ഫ്രോയിഡിനെ പറ്റി ഒന്ന് സൂചിപ്പിച്ചതാണ്. അതായത് പിന്നെ പറയുന്നത് ഈ മെറ്റാഫിസിക്സിനെ ക്വസ്റ്റ്യൻ ചെയ്തവരിൽ ഒരാളായിരുന്നു എന്ന് പറയും. And so here what he did was that he completely reconfigured the notion of human dreams. ഈ സ്വപ്നം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യമായിരുന്നു പണ്ട്. And several people thought, before Freud, thought that they were messages given to our mind from an external agency or from, some extraterrestrial, agency. അങ്ങനെയൊക്കെയാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. കാരണം ഈ നമ്മുടെ മനസ്സിലേക്ക് ആരോ അയച്ചു തരുന്ന ചില ഇമെയിൽസ് ആണ് ഈ പറയുന്ന ഡ്രീംസ് എന്നാണ് പണ്ടൊക്കെ ആളുകൾ വിചാരിച്ചിരുന്നത്. But Freud gave another systematic definition to the dream. And he said that the dreams are wish fulfillments. They are the dramatic enactments of our unfulfilled desires. Dramatic enactments of our unfulfilled desires. So, dreams are wish fulfillments. They are the dramatic reenactments of our unfulfilled desires. അവിടെയാണ് മുമ്പ് എന്നോട് പറഞ്ഞില്ലേ, അതായത് സ്വപ്നം എന്ന് പറയുന്നത് ഇതിന്റെ ലാംഗ്വേജ് ആണെന്നുള്ളത്. പക്ഷെ സ്വപ്നം കാണുന്ന മൈൻഡ് അതല്ല. സ്വപ്നത്തിന്റെ സപ്ലി ഈവൻസ് എല്ലാം ഇവിടുന്ന് വരുന്നത്, അതായത് പറഞ്ഞതുപോലെ അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്നത്. പക്ഷെ കാണുന്നത് is entirely different. So അതിന്റെ സാമഗ്രികളെല്ലാം വരുന്നത് അൺകോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. So what is important here is that dreams are, as I told you, wish fulfillment, dramatic reenactments of our suppressed desires. And this is what Freud said. So, സാറേ ഈ ഡ്രീംസ് സത്യമാവാറുണ്ടോ സാറേ? അങ്ങനെ ചോദിച്ചാൽ ചിലപ്പോൾ വല്ല പെട്ടമ്പഴിച്ചൊക്കെ സത്യമാകാം. അല്ല സാറേ, ഓരോരുത്തർ പറയാം ഈ വെളുപ്പിനെ കാണുന്ന ഡ്രീംസ് ഒക്കെ സത്യമാകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വെളുപ്പിനെ കണ്ടാണെങ്കിൽ ചിലരങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബേസ് ഒന്നുമില്ല, അതൊക്കെ ഓരോ വിശ്വാസങ്ങളാണ്. അതിനൊന്നും ഒരു സയന്റിഫിക് എവിഡൻസ് ഒന്നുമില്ല. നമ്മൾ കാണുന്ന എല്ലാം സത്യമാകും എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയല്ല, സത്യം ആകുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമില്ല. പക്ഷെ അതിന്റെ ഇവിടെ പറയുന്ന വേറൊരു ലോജിക്കാണ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളുടെ സഫലീകരണമാണ് സ്വപ്നങ്ങൾ എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഡെഫിനിഷനകത്ത് കുറെ പ്രോബ്ലംസ് ഇല്ലേ? അതായത് പണ്ട് ഇതുപോലെ ഒരു ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞപ്പോഴേ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, സാറേ, ഒരു അമ്മ അവരുടെ മകൻ മരിച്ചുപോയി എന്ന് സ്വപ്നം കണ്ടു, അത് അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണോ എന്നാ ചോദിച്ചു. ഇതൊരു ചോദ്യം. അത് അമ്മ മകൻ മരിച്ചുപോയി എന്ന് സ്വപ്നം കണ്ടത് അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണോ എന്നാണ് ചോദിച്ചത്. ഭാഗ്യത്തിന് ഇതുപോലൊരു ചോദ്യം ഫ്രോയിഡിനോട് ഒരാൾ ചോദിച്ചായിരുന്നേ. അത് ഒരു സിറ്റുവേഷനാണ്, അതായത് ഇതിനകത്ത് തന്നെ പറയുന്നൊരു കഥയാണ്. കഥയല്ല, നടന്നതാണ്. Freud had several patients, and one day one patient, a woman, told him that she had a dream. The dream was that in her dream, the woman saw her 15-year-old daughter lying in a black box. Her 15-year-old girl lying in a black box. This is what she saw in her dream. Black box, obviously coffin. So she saw her daughter dead, lying in a coffin, body lying in a coffin. And then she asked Freud whether it was a wish fulfillment. Then Freud, after some time, said that yes, it was a full wish fulfillment. Definitely it was a wish fulfillment. Why? Because
the woman, that means the dreamer, when she was pregnant of this girl, when she was carrying this girl, she was not on good terms with her husband, and she did not want the child to be born. And so she used to hit at her stomach to have an abortion at that time. She used to hit at her stomach because during those days abortion was not possible, but not easy. So she used to hit at her stomach for bringing it off. And then a few days ago, that means a few days before she had this dream, she happened to read a German word called Rifto. Rifto means black box. Black box. But in German slang, it also means the womb. It also means the womb. So womb and black box. When she heard that word Rifto, her mind traveled back, that is as far back as some 15 or 16 years, and she recollected that experience. And that was why she had this dream in which she saw her daughter lying dead on in a black box. This is how he interpreted dreams. ഇങ്ങനെയാണ് ഈ സ്വപ്നം ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ഇൻസ്റ്റൻസസ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് അതൊരു വിഷ് ഫുൾഫിൽമെന്റ് ആണെന്ന് പറയാൻ കാരണം. ഇനിയിപ്പോ വേറെ സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ. ഇപ്പം സാറേ, ഞാനൊരു റിയൽ ലൈഫ് ഇൻസിഡന്റ് പറയാണ് സാറേ. ഇപ്പം എന്റെ ഒരു ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. എനിക്ക് ഒരു ആക്സിഡന്റ് സംഭവിക്കാൻ പോകുന്നു. എന്റെ അമ്മ തലേന്ന് സ്വപ്നം കണ്ടു. അത് സംഭവിക്കാതിരിക്കാനായിട്ട് ഉള്ള വഴി വരെ അമ്മയ്ക്ക് സ്വപ്നം കണ്ടു എന്നാണ് അമ്മ പറയുന്നത്. അപ്പം എന്റെ ജീവിതത്തിൽ സ്ഥിരം സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്റെ അമ്മ നേരത്തെ സ്വപ്നം കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ജീവിതത്തിൽ പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പല കാര്യങ്ങളും എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവുക തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്ക് ആക്സിഡന്റ് ഉണ്ടാവുക തന്നെ ചെയ്തായിരുന്നു. അതിനകത്ത് നമുക്ക് ഞാനിത് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈക്കാട്രിസ്റ്റ് ഒന്നുമല്ല, സൈക്കോളജിസ്റ്റ് ഒന്നുമല്ല. എന്നാലും എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മളിപ്പോ ഈ ഇപ്പൊ ഒരു കുട്ടി എന്നോട് ചോദിച്ചെന്ന് പറഞ്ഞില്ലേ, അതായത് മകൾ അല്ലെങ്കിൽ മകൻ മരിച്ചു, അതെന്താന്ന് സ്വപ്നമാണോ അല്ലെങ്കിൽ ഇതൊരു പിന്നെ വിഷ് ഫുൾഫിൽമെന്റ് ആണോ ചോദിച്ചെന്ന് പറഞ്ഞില്ലേ. ആ ഒരു എക്സാമ്പിളിലേക്ക് വെച്ച് നമുക്ക് നോക്കാം. അത് വെച്ച് നോക്കിയാൽ ഇപ്പൊ ഈ അമ്മമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മക്കളെ പറ്റി ഭയങ്കര കൺസേൺ ആണ് എപ്പോഴും. അവരുടെ സേഫ്റ്റി, അവർ വണ്ടിയെ പോകുമ്പോഴത്തേക്ക് എന്ത് എവിടെയെങ്കിലും പോയി പറഞ്ഞു വീഴുമോ എന്നൊക്കെയുള്ള ചിന്ത എല്ലാ അമ്മമാർക്കും ഉണ്ട്. അങ്ങനെ സ്നേഹം ഉള്ള അമ്മമാർക്ക് എല്ലാം ഒരു സംഭവമുണ്ട്, അങ്ങനൊരു വിചാരമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അമ്മ ഇപ്പോ പത്രങ്ങളിലൊക്കെ വായിക്കുകയെന്ന് വിചാരിച്ചു. പത്രങ്ങളിൽ വായിക്കുകയോ TV കാണുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പയ്യൻ ആക്സിഡന്റിൽ പെട്ടു അല്ലെങ്കിൽ മരിച്ചുപോയി. അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത വായിക്കുമ്പോഴത്തേക്ക് സഡൻലി ഒരു ചിന്ത അമ്മയുടെ മനസ്സിലേക്ക് വരാം. അയ്യോ, എന്റെ കൊച്ചെങ്ങാണോ ആയിരുന്നെങ്കിലോ, ഞാൻ എങ്ങനെ സഹിച്ചേനെ എന്നൊക്കെയുള്ളൊരു ചിന്ത ഏത് അമ്മയുടെ മനസ്സിലൂടെ വേണേൽ കടന്നു പോവാം. അത് ആ മനസ്സിൽ അങ്ങനെ കിടക്കും, അത് വേട്ടയാടും. അത് ആ മനസ്സിൽ കിടന്ന് അത് ഭയങ്കരമായിട്ട് ഈ ആളിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആണ് സ്വപ്നങ്ങൾ കാണുന്നത്. അതായത് വിഷ് ഫുൾഫിൽഡ് ആയി കഴിഞ്ഞാൽ അങ്ങ് പോവും. ആ ഒരു ഇമോഷൻസ് മനസ്സിൽ നിന്ന് ക്ലീൻ ആയി മാറും. അതാണ് ഈ സ്വപ്നത്തിന്റെ ലോജിക് എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ ഡ്രീംസ് ആർ ഓൾസോ കോൾഡ് സേഫ്റ്റി വാൽവ്സ് ടു അവർ റിപ്രസ്ഡ് ഇമോഷൻസ്. They are safety valves to our repressed emotions. ഈ പറഞ്ഞ സേഫ്റ്റി വാൽവ്സ് തന്നെ പറയാമല്ലോ. അപ്പം അത് പറഞ്ഞു പോകാതിരുന്നിടത്ത് എനിക്ക് ഒത്തിരി രക്ഷയായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പോകരുതെന്നുള്ള വഴി പോകാതിരുന്നപ്പം പല പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്, പല ആക്സിഡന്റുകളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതെ, അത് ഞാൻ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് ആ അമ്മയുടെ മനസ്സിൽ കിടക്കുന്ന സംഭവങ്ങൾ അത് ഇതിപ്പോ നമ്മളിപ്പം ഈ സ്വപ്നം കണ്ട് ഇപ്പൊ നമ്മളോട് ഒരാൾ പറയുക, ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക
ഇന്നത്തെ എന്താണ് നിന്റെ ഇതത്ര ശരിയല്ല, ഇന്നത്തെ നിങ്ങളുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് നിനക്ക് ഒരു അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറഞ്ഞാൽ, നമുക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞാൽ, നമുക്കൊന്നും സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ തലയിൽ ചക്ക വീണെങ്കിലും വീഴും. അത് അത്രയ്ക്ക് സംഭവിച്ചു പോകും. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടായി വരുന്ന ഒരു വലിയൊരു സംഭവമാണ്. അല്ല, നമ്മുടെ മനസ്സിലുണ്ടാക്കി വരുന്ന ഒരു സൈക്കിക് ആയിട്ടുള്ളൊരു എനർജി ഡ്രൈവാണത്. അത് സംഭവിക്കാം. നമ്മളോട് ഇല്ല സാറേ, ഞാൻ ആദ്യമൊന്നും ഞാൻ അത്ര വലിയ കാര്യമൊന്നും ആക്കത്തില്ലായിരുന്നു. പക്ഷെ പല തവണകൾ ഇങ്ങനെയുള്ള മിറാക്കിൾസ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് തുടങ്ങിയത്. ഞാൻ പറയുന്നത് ഇതിനകത്ത് ഞാൻ പറയും നമ്മുടെ ലോജിക്കിന് അപ്പുറം നിൽക്കുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തുണ്ടാകാം. ഞാൻ പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും ഈ ഞാൻ പറഞ്ഞ ശാസ്ത്രം അവസാനമാക്കുന്നില്ല. ഈ പറയുന്ന പല സംഗതികളും നമ്മുടെ ലോജിക്കിനും ശാസ്ത്രത്തിനും ലോജിക്കിനും അപ്പുറത്തേക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ പറയാവുന്നത്, ഇതിനകത്ത് വേണമെങ്കിൽ ശാസ്ത്രത്തിന് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം. നമ്മുടെ മുഖത്ത് നോക്കി ഒരാൾ പറയുക, ഇന്ന് നീ സൂക്ഷിച്ച് പോകണം, നിനക്കൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നിക്കഴിയാൽ, അങ്ങനെ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് ഭയം വരും. ആ ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമെ പറയും, പിന്നെ ഇതൊക്കെ അങ്ങ് സംഭവിക്കാൻ പോയില്ലേ, ഇതൊക്കെ വേറെ പണിയൊന്നുമില്ലേ എന്ന് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ റിജക്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് അതിൽ കയറി പിടിക്കും. അതാണ് സംഭവം. ആ ഭയം നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടപ്പുണ്ട്. അത് ഒരിക്കലും നമ്മളെ വിട്ടു പോകത്തില്ല. അപ്പോൾ അത് അവിടെ കിടക്കുന്നിടത്തോളം കാലം എവിടെയെങ്കിലും ഒരു ചെറിയ അവസരത്തിന് നോക്കി നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ നമ്മളെ ചതിക്കും. അതൊരു പ്രശ്നമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാം. അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വേണേൽ ശാസ്ത്രത്തിന് ഓഫർ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും ഫൈനൽ വാക്കൊന്നുമല്ല. ആകാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട് അവിടെ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ പലപ്പോഴും ജ്യോത്സ്യന്മാരെ കാണാൻ പോകുന്നവർക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജ്യോത്സ്യം പറയുക, ഇന്ന ദിവസം നിനക്ക് ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ള ഒരാൾ പറഞ്ഞോണ്ടല്ലോ, നമ്മൾ തന്നെ അവിടെ പോയി ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വരും. അതാണ് എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ എന്ന് പറയുന്നത് ആ വാക്ക് പതിയുന്നത് നമ്മുടെ കോൺഷ്യസ് മൈൻഡ് അതിനെ റിജക്ട് ചെയ്യുമെങ്കിലും അതിനെ അൺകോൺഷ്യസ് മൈൻഡ് പിടിച്ചെടുക്കും. അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് സംഭവിക്കാം. ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ഈ സിറ്റുവേഷൻസ് ഒത്തിരി സംഭവങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് നോക്കി കഴിയുമ്പോഴത്തേക്ക് എനിക്കുൾപ്പെടെ പല സ്വപ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചവരുമുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ലോജിക്ക് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തോ സംബന്ധിച്ച് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് ശാസ്ത്രത്തിനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ശാസ്ത്രം ഫൈനൽ വാക്കൊന്നുമല്ല. പക്ഷെ എന്നാലും ശാസ്ത്രത്തിന് വേണ്ടി ഇങ്ങനെ വേണമെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു വന്ന സ്വപ്നം എന്ന് പറയുന്നത് ഇതാണ്, വിഷ് ഫുൾഫിൽമെന്റ് ആണ്. Wish fulfillment and also safety valves to our repressed emotions. They are safety valves to our repressed emotions. And another thing is that there are two important processes behind the dream work. Two important processes behind the dream work. They are condensation and displacement. Condensation and displacement. They are the two processes behind a dream. Condensation and displacement. Condensation, 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 and the other one is displacement. Condensation means, do you know the actual duration of the dream? The actual duration of a dream? How long? More like 36 to 1 minute. Or 50. No. Only 2 seconds. That is the duration of a dream. നമ്മൾ കാണുന്ന വലിയ സ്വപ്നങ്ങളുടെ ഡ്യൂറേഷൻ 2 സെക്കൻഡേ ഉള്ളൂ. നമ്മളുടെ ഡ്രീം എന്ന് പറയുന്നത്. സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് വന്നൊരു ഡൗട്ടാണ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ? ധൈര്യമായിട്ട് ചോദിക്കും. ചോദിച്ചില്ലേ? ഹലോ, പോയോ? ധൈര്യമായിട്ട് ചോദിച്ചോളാനാ പറഞ്ഞു. കേട്ട് കാണത്തില്ല. ചോദിച്ചോ. കാര്യം പറയട്ടെ? ചോദിച്ചോ, പറഞ്ഞോ. ഞാന് മുന്നേ, ഇപ്പഴല്ല, ഒരു 2-3 വർഷം മുന്നേ ഒരു 5 മിനിറ്റ് കിടക്കാൻ വേണ്ടി കിടന്നു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഡ്രീം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുക. ഞാൻ കുറെ കഴിഞ്ഞിട്ട് അയ്യോ ഒത്തിരി സമയമായെന്ന് പറഞ്ഞ് എണീറ്റ് നോക്കിയപ്പോ ഒരു 4-3 മിനിറ്റ് ഒക്കെ ഞാൻ കിടന്നിട്ടുള്ളൂ. അതിനകത്ത് എന്തൊക്കെയോ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പം രാത്രി സ്വപ്നം കാണുന്ന മെഗാ സീരിയൽ പോലെ നമ്മൾ രാത്രി മുഴുവൻ സ്വപ്നം കാണാൻ നമുക്ക് തോന്നും. പക്ഷെ സ്വപ്നം 2 സെക്കൻഡേ ഉള്ളൂ. പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട്. സ്വപ്നത്തിൽ, ഇൻ ദ കേസ് ഓഫ് എ ഡ്രീം, there are two elements. One is what is called a manifest content and the other is the latent content.
What we see is the manifest content. നമ്മൾ ഈ സ്വപ്നമായിട്ട് കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് that is what's called the manifest content. But what produces that dream is the latent content. What produces the dream is the latent content. നമ്മൾ സ്വപ്നം ഉണ്ടാകാനുണ്ടായ ഒരു ഡേറ്റ ഉണ്ട്, അത് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അത് ചിലപ്പോൾ നമുക്ക് ഇറ്റ് മേ കവർ ഡേയ്സ് ആൻഡ് വീക്സ് ആൻഡ് മന്ത്സ് ഓഫ് എക്സ്പീരിയൻസസ്. പക്ഷെ അതെന്ത് ചെയ്യുന്നു, ഓൾ സച്ച് തിങ്സ് ഷുഡ് ബി കംപ്രസ്ഡ് ടു 2 seconds. ഇതിനെല്ലാം എന്ത് ചെയ്യാൻ 2 സെക്കൻഡിലേക്ക് ചുരുക്കണം. And that process is what is called a condensation. So compressing the unconscious materials into 2 seconds, and that's what's called a condensation. ഭയങ്കര പവർഫുൾ ആയ സംഭവം. ചില ഡ്രീംസ് ഉണ്ടല്ലോ അങ്ങനെ പറ്റില്ല, അത് ഫ്രാഗ്മെന്റ് ആയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് ഒരു സ്റ്റോറി ആയിട്ട് എടുത്ത് അവതരിപ്പിക്കില്ല. കൈൻഡ് ഓഫ് ഫ്രാഗ്മെന്റ്. ഹലോ, ഫ്രാഗ്മെന്റ് ആയിട്ട് കാണുന്നല്ലേ പറഞ്ഞേ? അങ്ങനെയാണോ പറഞ്ഞേ? ഫ്രാഗ്മെന്റ് ആയിട്ട് കാണുമെന്നാണോ പറഞ്ഞേ? അതെ, ഫ്രാഗ്മെന്റ് ആയിട്ട് കാണുമെന്നാണ് പറഞ്ഞത്. അതായത് ഒരു ദിവസം തന്നെയോ പല ദിവസങ്ങളിലോ, അങ്ങനെയാണോ? ഒരു ദിവസം തന്നെ. അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ആ ഡ്രീംസിന് ആ ഒരു ഡ്രീം തന്നെ ആയിരിക്കും, പക്ഷെ അതിനകത്തുള്ള ഇൻസിഡന്റിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് രണ്ടാമത്തെ പ്രശ്നം. അതായത് കണ്ടൻസേഷന് കൂടെ വരുന്ന ഒരു സാധനമാണ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന്റെ ഓർഡർ തെറ്റിച്ചാണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഡിസ്പ്ലേസ്ഡ് ആയി മാറും. അതായത് പലതരം ഡിസ്പ്ലേസ്മെന്റ് നടക്കും. അതായത് ഈ പറയുന്ന പിന്നെ ആദ്യം നടന്ന സംഭവം അവസാനം നടന്നതായിട്ട് കാണും. പിന്നെ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത സംഭവങ്ങളായിട്ട് കണക്കാക്കും, ഫ്രാഗ്മെന്റഡ് ആയിട്ട് കണക്കാക്കും. സോ ദീസ് ആർ ഓൾ പാർട്ട് ഓഫ് ദാറ്റ് കൈൻഡ് ഓഫ് കണ്ടൻസേഷൻ. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്ഡ് ആയി മാറും. ചിലപ്പോൾ ഈ ഒരു മീനിങ് തന്നെ ഡിസ്പ്ലേസ്ഡ് ആവും. ഒരു എക്സാമ്പിൾ പറയാം. ഫ്രോയിഡിന്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഒരു ലേഡിയാണ്. Once she fell down and she broke her hand, and her hand was actually held in a sling. Prophets കാണുന്ന ഡ്രീം സക്സസ്ഫുൾ ആവുന്നില്ലേ? പ്രോഫിറ്റ്സ് ഒക്കെ കാണുന്നത് നമ്മൾ ഖുറാനിലൊക്കെ പറയുന്നു. ഖുറാനിൽ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ കാര്യങ്ങൾ പറയുന്നു. ഒരു ഡ്രീം കാണുന്നു. പ്രോഫിറ്റ്സിന്റെ കാര്യമാണോ പറഞ്ഞേ? പ്രോഫിറ്റ്സിന്റെ കാര്യമാണോ പറഞ്ഞേ? അതെ. അവർക്ക് വലിയ പാർട്ടികളില്ലേ, നമുക്ക് അവരെ പറ്റി പറയേണ്ട കാര്യമുണ്ടോ? അവര് കണ്ടോ കണ്ടില്ലയോ എന്നുള്ള കാര്യമൊക്കെ ആർക്കറിയാം. പിന്നെ അത് പണ്ടത്തെ ഒരു ലോജിക്കിന്റെ ഭാഗമായിട്ട് പറയുന്നതാണ്. നമുക്ക് അതിനെ പറ്റി കൂടുതൽ ചിന്തിക്കേണ്ട. നമുക്ക് സാധാരണ മനുഷ്യരെ പറ്റി ചിന്തിക്കാം. അതൊക്കെ ഓരോ വിശ്വാസങ്ങളുടെ പ്രശ്നമായിട്ട് വരുന്ന കാര്യങ്ങൾ. ഫ്രോയിഡിന്റെ പേഷ്യന്റിനെ പറ്റി പറഞ്ഞത് കണ്ടിന്യൂ ചെയ്യും. ഏതാ? അതന്നെ. ഒരു പേഷ്യന്റ്, ഷീ ഫെൽ ഡൗൺ ആൻഡ് ബ്രോക്ക് ഹെർ ഹാൻഡ്, ആൻഡ് ഹെർ ഹാൻഡ് വാസ് ഹെൽഡ് ഇൻ എ സ്ലിംഗ്. അറിയാലോ, സ്ലിംഗ് ആകുമ്പോൾ ഇങ്ങനെയല്ലേ കൈ ഇടുന്നത്? കൈ ഇങ്ങനെ വെച്ചേക്കും, കൈ ഒടിഞ്ഞ ആളുടെ സ്ലിംഗിലിരിക്കുമ്പോൾ. അപ്പോൾ ഇവർ രാത്രിയിൽ സ്വപ്നം കണ്ടു. ഷീ സോ ദാറ്റ് ഷീ വാസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. അപ്പോൾ അവർ സ്വപ്നം കണ്ടത് അവർ നെപ്പോളിയൻ ആണെന്ന സ്വപ്നം കണ്ടത്. എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? ആ സ്വപ്നത്തിൻ്റെ അർത്ഥം, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് ഡ്രീം? ഷീ സോ ദാറ്റ് ഷീ വാസ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. രണ്ട് കാരണങ്ങളോടെ പറയാം. നെപ്പോളിയൻ ഇങ്ങനെ ഒരു മാനറിസം ഉണ്ട്, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും കൈ എപ്പോഴും. ഈ സ്ലിംഗിൽ കിടക്കുന്നവർ കൈ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കും. ഇങ്ങനെ ഒരു മാനറിസം നെപ്പോളിയൻ ഉണ്ട്. പക്ഷെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ കംപ്ലീറ്റ്ലി മീനിങ് ഡിസ്പ്ലേസ്ഡ് ആക്കി കഴിഞ്ഞു. എന്താ സംഭവം എന്നറിയാമോ? അറിയാലോ, കൈ ഒടിഞ്ഞിരിക്കാന്ന് അറിയാലോ. നെപ്പോളിയന്റെ രണ്ടാമത്തെ പേരിന്റെ രണ്ടാം ഭാഗം ഏതാ? നെപ്പോളിയൻ born apart. ക്ലിയർ ആയോ? ബോൺ എപ്പാർട്ട്. അതാണ് കൈ ഒടിഞ്ഞത് തന്നെയാ സ്വപ്നം കണ്ടത്. ബോൺ എപ്പാർട്ട്. അപ്പൊ നെപ്പോളിയൻ ബോൺ എപ്പാർട്ടായി, അത് ഒറ്റയടിക്ക് മാറിക്കഴിഞ്ഞു. സോ ഇങ്ങനെ ഡിസ്പ്ലേസ്ഡ് ആയി വരാൻ പറ്റും. സോ ദിസ് ഈസ് ഹൗ ദ ഡ്രീം വർക്ക്സ്. ദറ്റ് ഈസ് under two process, condensation and
displacement. And also we see dreams during sleep. How or why? Because during sleep, the conscious mind is inactive and there is no immediate likelihood of carrying out a dangerous impulse. No immediate likelihood of carrying out a dangerous impulse. നമ്മളിപ്പോൾ ഒരാളുടെ ഒപ്പം ഒരുമിച്ച് കിടന്നുറങ്ങുമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മൾ രാത്രി സ്വപ്നം കണ്ടു. നമുക്ക് വിരോധമുള്ള ഒരാളുണ്ട്. അയാളെ നമ്മൾ തല്ലിക്കൊല്ലാൻ പോവാം. അയാളെ കൊല്ലുന്നു. അപ്പോൾ ഈ കൊല്ലുന്ന കാര്യം നമ്മൾ സ്വപ്നം കാണുമ്പോൾ നമ്മൾ അടുത്ത് കിടക്കുന്ന ആളിനെ ചിലപ്പം തട്ടിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് എന്താണ് ഈ സ്വപ്നം നമ്മളെ ഇനാക്റ്റീവായി കിടക്കുന്ന അവസ്ഥയിൽ കാണിക്കുന്നത്. ദർ ഇസ് നോ ഇമ്മീഡിയറ്റ് ലൈക്ലിഹുഡ് ഓഫ് ക്യാരിയിങ് ഔട്ട് എ ഡേഞ്ചറസ് ഇമ്പൾസ്. ഇനിയും അങ്ങനെ കാണാൻ സ്വപ്നത്തിൽ അങ്ങനെ ചെയ്ത് നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ അപ്പം തന്നെ നമ്മൾ ഞെട്ടി ഉണരും. സ്വപ്നം കണ്ട് പെട്ടെന്ന് നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് ഞെട്ടി ഉണർന്നു വരും. എന്താ കാരണം? ഇനിയും ഞെട്ടി ഉണർന്നില്ലെങ്കിൽ യു വിൽ മൂവ് ഓൺ ടു ഡേഞ്ചറസ് ആക്ഷൻ എന്ന് മനസ്സിനറിയാം. അതുകൊണ്ടാണ് അപ്പം തന്നെ എ സിഗ്നൽ വിൽ ബി പാസ്ഡ് ഓവർ ടു ദ ബ്രെയിൻ ടു വേക്ക് അപ്പ്. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ചിലപ്പോൾ നമ്മൾ വലിയ കൊക്കയിലോട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വപ്നം കണ്ട് വരുന്നതാണ്. ആ ഒരു വീഴ്ച എന്ന് പറയുന്നത് it was actually a fall from the pre-conscious to the or the subconscious to the conscious mind. അത് കോൺഷ്യസ്നെസ്സിലേക്കുള്ള ഒരു വീഴ്ചയാണത്. നമ്മൾ ആ വീഴ്ച ആവശ്യമാണ്. കാരണം അതർവൈസ് യു വിൽ മൂവ് ഇൻ ടു ഡേഞ്ചറസ് ആക്ഷൻ. അതുകൊണ്ടാണ് എ സിഗ്നൽ വിൽ ബി പാസ്ഡ് ഓവർ ടു യുവർ ബ്രെയിൻ ടു വേക്ക് അപ്പ്. അതാണ് ഹ്യൂമൻ മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. എന്തോ അപ്പൊ ഈ ഒരു ഡൗട്ടാണ്. അപ്പൊ ഈ ഡ്രീംസ് കാണുമ്പോ ഈ ലൂസിഡ് ഡ്രീമിംഗ് എന്നൊക്കെ പറഞ്ഞൊരു അവസ്ഥയിലോട്ട് പോയില്ലേ ചിലവരൊക്കെ? ലൂസിഡ് ഡ്രീമിംഗ്, സ്ലീപ്പ് പാരാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സ്ലീപ്പ് വാക്കിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? അതാണോ സോംനംബുലിസം? സ്ലീപ്പ് പാരാലിസിസ്, ലൂസിഡ് ഡ്രീമിംഗ് എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയാണ്. സ്ലീപ്പ് പാരാലിസിസ് അല്ല, ലൂസിഡ് പാരാലിസിസ്. സ്ലീപ്പ് പാരാലിസിസ് ഒക്കെ വരാൻ കാരണം ഇതുകൊണ്ടാണ്. നമ്മൾ ഡേഞ്ചറസ് ആക്ഷനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിടിച്ച് കെട്ടിയിടും. അപ്പൊ ഈ ലൂസിഡ് ഡ്രീമിംഗോ? എന്തോ ലൂസിഡ് ഡ്രീമിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടെയുണ്ട്. അതായത് കാണുന്ന ആൾക്ക് നല്ല ബോധം കാണും, സ്വപ്നം കാണുകയാണെന്ന്. കാണുന്ന ആൾക്ക് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യാനും പറ്റും സ്വപ്നം എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അങ്ങനത്തെ സ്വപ്നങ്ങൾ ഓരോ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട് അതിനെ പറ്റി തിയറീസ് ഒക്കെ. ലൂസിഡ് ഡ്രീമിംഗ് ഉണ്ട്, കാണാറുണ്ട്. ആണോ? ഹലോ സർ. പറഞ്ഞോ. എന്തോ പേഴ്സണലി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ലൂസിഡ് ഡ്രീമിംഗ്. അങ്ങനെ ചെയ്യാൻ പറ്റും. LUCID അല്ലേ? അതല്ലേ? ഞാൻ കേട്ടത് ലൂസിഡ് ആണ് സർ. പറഞ്ഞോ. ലൂസിഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്, പല പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ് സർ. ഓക്കെ. അല്ല, ഹലോ, അതിന്റെ എല്ലാം ലോജിക്ക് ബേസിക്കലി ഇത് തന്നെയാണ്. അതായത് ഈ പറയുന്ന പിന്നെ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അൺകോൺഷ്യസ് ഇമ്പൾസ് പുറത്തു പോവുകയും ചെയ്യണം, നമ്മൾ അതിനകത്തുനിന്ന് രക്ഷപ്പെടുകയും ചെയ്യണം. അതാണ് ആ ലോജിക്. അതിന്റെ പുറകിലുള്ള ഒരു സോംനാംബുലിസം അസുഖമാണ്. അത് ട്രീറ്റ് ചെയ്യണം. കാരണം നമുക്ക് ആ കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഇറങ്ങി നടക്കുകയാണ് ചെയ്യുന്നത്. സോംനാംബുലിസത്തിനകത്ത് പ്രശ്നം എന്ന് കഴിഞ്ഞാൽ ബോഡി, അതായത് മറ്റേതെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയോ, നമ്മളിപ്പോൾ ഒരു ആക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു കണ്ടാൽ ഉടനെ തന്നെ നമ്മളെ ഉണർത്തും നോർമൽ ആണെങ്കിൽ. അപ്പൊ നമ്മൾ പെട്ടെന്ന് ഞെട്ടി വിയർത്തൊക്കെ എഴുന്നേറ്റ് വരും സ്വപ്നത്തിൽ നിന്ന്. പക്ഷെ നമുക്ക് ഈ സ്വപ്നം എന്തോ കണ്ടെന്ന് ഓർമ്മ വരത്തും കാണത്തില്ല. പക്ഷെ ഈ ഓർമ്മ കാണാത്ത എന്തുകൊണ്ടാ? നമ്മളത് ഓർക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ടാണ് നമ്മളെ ഓർമ്മിപ്പിക്കാത്തത്. നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് റിലീസ് ചെയ്ത് കളയാനുള്ള കാരണം നമ്മൾ ഓർക്കാൻ പാടില്ലാത്ത ഡ്രീമാണ്. എന്തോ ഒരു സംഭവം അവിടെ പോയി, നിങ്ങളുടെ മനസ്സിൽ കിടന്ന എന്തോ ഒരു കട്ടിക്കിടന്നൊരു സാധനം ഫ്രീ ആയി പോയി. നിങ്ങളിപ്പം ടോട്ടലി സേഫ് ആണ്. നിങ്ങൾ ഇനി അതിനെപ്പറ്റി ഓർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ മെമ്മറിയിൽ നിന്ന് തുടച്ചു മാറ്റി കളയുന്നത്. സോംനാംബുലിസ്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ഡ്രീം പാരാലിസിസ് പറഞ്ഞിട്ടില്ലേ?
ഡ്രീം പാരാലിസിസ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഡ്രീം പാരാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങിക്കിടക്കാൻ നേരത്ത് ഈ എനിക്ക് കാലും കൈയും എനിക്ക് കോൺഷ്യസ് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് കാലും കൈയൊന്നും അനക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതാണോ പാരാലിസിസ് എന്ന് പറയുന്നത്? അത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അനക്കാൻ പാടില്ല, നിങ്ങൾ അനക്കിയ കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടാണ്. കാരണം എന്തറിയോ, ഇപ്പം നമ്മളിപ്പം ഈ ഒരു ഡേഞ്ചറസ് ആക്ഷനിലേക്ക് പോകാന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത ഒരാൾ കിടന്നുണ്ടെങ്കിൽ അയാളെ ഞെക്കിക്കൊല്ലുന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല. ചിലപ്പോൾ ഈ ഡേഞ്ചറസ് ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആക്ഷനൊക്കെ എടുത്ത് കാണിച്ച് കൈയും കാലും ഒക്കെ എടുത്ത് അടിച്ച് ഭിത്തിയിലോ അല്ലെങ്കിൽ കട്ടിലിന്റെ കാലിലോ കൊണ്ട് നമുക്ക് തന്നെ അപകടം പറ്റാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് നമ്മുടെ ബോഡിയിലേക്ക് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ കോമയിലും വല്ലതും ആയി പോകുന്ന ഇങ്ങനെ ഭയപ്പെടാറുണ്ട്. അത് എന്തെങ്കിലും രോഗമാണോ എന്നോ ഒക്കെ. ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ പോകാൻ സാധ്യതയില്ല. കാരണം സ്വപ്നം കണ്ട് ഇനി ഉണരുമ്പോൾ ഓക്കെ ആകുന്നുണ്ടല്ലോ, അപ്പൊ അതങ്ങനെ ആകാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഒരു കൺട്രോള് സ്വപ്നത്തിലും നമുക്കുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ ആ ഒരു ഇതിലാണ് നമ്മുടെ ഡ്രീം ഫ്രോയിഡ് തിയറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഇഷ്ടം പോലെ നമുക്ക് ഒരു സമയത്ത് ചെയ്യാൻ തോന്നും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം അല്ലേ? What do you say? Okay, sir. Okay. നിങ്ങളുടെ ക്ലാസ് നാളെയാണോ? നിങ്ങളോട് ലാൽ സാറിനോട് ചോദിച്ചിട്ട് പറയും. ഞാൻ സാറിനോട് ഞാൻ വിളിച്ചോളാം. Okay, sir. Okay. Today we shall wind up. Okay. Okay. Thank you. Sure, sir. Thank you. Thank you. Good night, sir. Thank you, sir. Thank you, sir. Thank you, sir. Okay. Thank you, sir. Good night, sir. Good night. Good night. Thank you, sir. Good night. Good night, sir. Good night.